بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب فإذا فرغت فانصب وإلى ربك فارغب. بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു വത്തീൻ, ഇന്ന് സൂറത്തു നഷ്ർ, സൂറത്തു ഷർഹ് അല്ലെങ്കിൽ സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്ത് അലം നഷ്റഹ്. ഈ സൂറത്തിന് അലം നഷ്റഹ് എന്ന് പേരുണ്ട്, അലം നഷ്റഹ്. അതേപോലെ സൂറത്തു ഷർഹ്, അതേപോലെ സൂറത്തുൽ ഇൻഷിറാഹ്. ഇൻഷിറാഹ് വിശാലത എന്നർത്ഥത്തിൽ, ഷർഹ് വിശാലമാക്കൽ. അലം നഷ്റഹ് ഇവിടെ ഈ സൂറത്തിൻ്റെ തുടക്കം അങ്ങനെ ആയതുകൊണ്ട് സൂറത്ത് അലം നഷ്റഹ് എന്നതിന് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് വദ്ദുഹ ഇറങ്ങിയതിന് ശേഷമാണ് സൂറത്തുൽ ഇൻഷിറാഹിൻ്റെ അവതീർണത. സൂറത്ത് വദ്ദുഹ ചില റിവായത്തുകളിൽ കാണാം വദ്ദുഹയും ഇൻഷിറാഹും ഒന്നിച്ച് കാര്യത്തിലെങ്ങാണ്ട് ഒന്നിച്ചോതി. അത് രണ്ടും ഒരു സൂറത്താണെന്ന് വരെ ചിലർ ധരിച്ചുപോയി. പക്ഷേ രണ്ട് സൂറത്താണ്. ഒരു സൂറത്താന്ന് ധരിക്കാൻ കാരണം അതാണ്, ഒന്നിച്ചോതി ഒന്ന്. പിന്നെ വദ്ദുഹൻ്റെ അവസാനം ഇതിൻ്റെ തുടക്കം നോക്കി എങ്ങനെ, വദ്ദുഹൻ്റെ അവസാനം എങ്ങനെ, അലം യജിദ്ക യതീമൻ വജദക ضالًا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر فأما بنعمة ربك فحدث അലം നഷ്റഹ് ലക സദ്റക്. അതിൻ്റെ ആ കോർവുണ്ടല്ലോ, അലം യജിദ്ക യതീമൻ ഫആവ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ പറയാണ് ആ രീതിയിൽ ചോദിച്ചിട്ട്. അപ്പോൾ അതേപോലെയാണ് അലം നഷ്റഹ് ലക്. അപ്പോൾ ചിലർ ഇത് രണ്ടും ഒരു സൂറത്ത് എന്ന പോലെ മനസ്സിലാക്കി. പക്ഷെ രണ്ട് സൂറത്തുകളാണ്. സൂറത്തു ദുഹ ഇറങ്ങിയതിന് ശേഷമാണ് അലം നഷ്റഹ് ഇറങ്ങുന്നത്. രണ്ട് സൂറത്തിൻ്റെയും, സൂറത്ത് വദ്ദുഹയുടെയും, ഇൻഷാ അല്ലാഹ് വദ്ദുഹ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ചരിത്രം ഒന്നുകൂടി മനസ്സിലാകും. വദ്ദുഹയും അതേപോലെ സൂറത്തു അലം നഷ്റഹും രണ്ടും അവതരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആശ്വാസം പകരലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആശ്വാസം പകരലാണ്. മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ്. അതും പ്രബോധനത്തിൻ്റെ തുടക്ക നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയുള്ള ശത്രുത വർദ്ധിക്കുകയും പ്രതിലോമ പ്രവർത്തനങ്ങൾ ശത്രുക്കൾ മൂർജിപ്പിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിലാണ് ഈ സൂറത്തുകളുടെയൊക്കെ അവതീർണത. ഇവിടെ ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥൈര്യമേകലാണ്. കാരണം 40 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചു. ആ 40 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ജനതയിൽ ജീവിച്ചോ ആ ജനങ്ങൾ ഒരിക്കലും നബിയെക്കുറിച്ച് പറയാത്ത കാര്യമാണ് 40-നിപ്പുറം നബിയെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? അതും 40 വയസ്സ് കാലഘട്ടത്തിൽ അവർ നൽകിയ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റിന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കാലത്ത് 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സത്യസന്ധനായിരുന്നു.
സത്യസന്ധനാണ്. ഇപ്പം അവർ പറയണത് എന്താ? ഇപ്പം പറയുന്നത് വ്യാജവാദി എന്നാണ്, കള്ളൻ എന്നാണ്. മനസ്സിലായില്ലേ? 40 വർഷ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല അവർക്ക്. അവരുടെ വിഷയങ്ങളിൽ വരെ വിധി തീർപ്പിന് അവർ നബിയെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയണത് എന്താണ്? മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന് ഭ്രാന്താണെന്നാണ്. മനസ്സിലായില്ലേ? അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും നിരക്ഷരനാണ്. പറയാം, അവർക്കറിയാം 40 വയസ്സ് കാലം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും എഴുതുകയോ നബി എന്തെങ്കിലും വായിക്കുകയോ ചെയ്യാൻ അറിയാത്ത നിരക്ഷരനാണ്. ആ നബിയെക്കുറിച്ചാണ് പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ പേരിൽ നബി കെട്ടിയുണ്ടാക്കി എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ആരോപണങ്ങൾ മാനസികമായി, അതേപോലെ വാചികമായി കുറേ, പിന്നെ ശാരീരികമായിട്ടുള്ളതായ പ്രയാസങ്ങൾ, ഇതിനെ തുടർന്നുള്ളതായ പീഡനങ്ങൾ. അപ്പോൾ അത് കരുത്തോടെ താങ്ങണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരിക്കും എന്ത് വേണം? നല്ല ധൈര്യം അതുണ്ടാകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സഹിക്കുവാനും താങ്ങുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ആശ്വാസം പകരാണ്. ഇനി സൂറത്തു ദുഹ എടുക്കുമ്പോൾ ആ ആരോപണത്തിൻ്റെ ഒരു പ്രത്യേകത, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവും കയ്യൊഴിച്ചു എന്ന നിലയ്ക്ക് എന്ത് ചെയ്യും? പ്രചരണം നടക്കും. ഇതുവരെ മുഹമ്മദിൻ്റെ കൂടെ ഒരു ശൈത്താൻ ഉണ്ടായിരുന്നു, അങ്ങനെ പറയാം മുശ്രിക്കീങ്ങൾ. ആ ശൈത്താനും മുഹമ്മദിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആരോപണം നടത്തും. അപ്പോഴാണ് വിശിഷ്യ വദ്ദുഹ ഇറങ്ങുന്നത്. സൂറത്ത് വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് നമുക്കവിടെ ഇൻഷാ അല്ലാഹ് വരും. അപ്പോൾ ഈ സൂറത്തുകളുടെ അവതീർണത എന്തിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ പൊരുൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന വേദിയിൽ ഉറച്ചു നിൽക്കുവാനും ആരോപണങ്ങളെയും പ്രതിലോമ പ്രവർത്തനങ്ങളെയും ശത്രുതകളെയും ഒക്കെ തരണം ചെയ്യുവാനുമുള്ള ആശ്വാസവചനങ്ങളാണ് ഈ ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് അല്ലദീ അൻഖദ ബഹ്റക് വറഫഅന ലക ദിക്റക് فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇവിടെ അള്ളാൻ്റെ ചോദ്യം, അലം നശ്റഹ് ലക്. നശ്റഹ് എന്നാണ് എന്താ? ഷറഹ യശ്റഹു എന്നാണ് വിശാലമാക്കുക. നശ്റഹ് ലക്, താങ്കൾക്ക് നാം വിശാലമാക്കും. നശ്റഹു ഫിഅൽ മുദാരിയാണ്, വർത്തമാന ഭാവി കാലത്ത്. നശ്റഹ് ലക്, താങ്കൾക്ക് നാം വിശാലമാക്കും. ലമ്മ് വന്ന്, അപ്പോൾ ലം നശ്റഹ് ലക് എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾക്ക് നാം വിശാലമാക്കിയിട്ടില്ല എന്നാണ്. നിഷേധിക്കാൻ, നിരാകരിക്കാൻ. ലം നശ്റഹ് ലക്. പക്ഷെ അതിന് മുമ്പിൽ എന്ത് ചെയ്ത്? എന്ന ചോദ്യം വന്ന്, അലം നശ്റഹ് ലക്. അപ്പോൾ നേരെ വിരുദ്ധ ആശയം എന്താ? തീർച്ചയായും നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ട്. അതാണ് അലം നശ്റഹ് ലക് എന്ന് പറഞ്ഞാൽ ഖദ് ശറഹ്നാ ലക്, അതാണ് അതിനർത്ഥം. ഖദ് ശറഹ്നാ ലക്, തീർച്ചയായും നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അലം നശ്റഹ് ലക്, താങ്കൾക്ക് നാം വിശാലമാക്കി തന്നിട്ടില്ലേ? ചോദ്യം അത് സ്ഥിരീകരിക്കാനാണ്. വിശാലമാക്കി തന്നിട്ടുണ്ട്. എന്താ വിശാലമാക്കി തന്നത്? സദ്റക് എന്ന് പറഞ്ഞാൽ നെഞ്ച്, താങ്കളുടെ മാറിയിടം നെഞ്ച്. താങ്കളുടെ സദർ, മാറിയിടം താങ്കൾക്ക് നാം വിശാലമാക്കി തന്നിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട് എന്നുള്ളത് പറയാണ്. പക്ഷേ ചോദ്യരൂപത്തിൽ തന്നിട്ടില്ലേ? എന്തിനാണത്? അപ്പോഴാണ് ഭാഷയിൽ, അറബി ഭാഷയിൽ ആ ഒരു വിഷയം അത്ര നല്ല ഹൃദയസ്പൃക്കാകുക എന്നറിയില്ലേ, അതിനു വേണ്ടി. വവദഅന അൻക വിസ്റക്. വവദഅന, വദഅ എന്ന് പറഞ്ഞാൽ വദഅ അൻ എന്നാണ് അല്ലേ? അപ്പോൾ അവിടെ വിസ്റക് എന്ന് പറഞ്ഞാൽ, വിസ്ർ എന്ന് പറഞ്ഞാൽ ഭാരം എന്നും പാപം എന്നും അർത്ഥമുണ്ട്. വിസ്ർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിന് വരും. സിഖൽ ഭാരം, സിഖൽ. അതേപോലെ തന്നെ പാപം, ദംബ് അല്ലെങ്കിൽ ഇസ്ം, പാപം. രണ്ടർത്ഥത്തിനും പറയും. വിസ്റക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഭാരം അല്ലെങ്കിൽ താങ്കളുടെ പാപം. അൻക എന്ന് പറഞ്ഞാൽ താങ്കളെ തൊട്ട്.
ഇവിടെ വദഅന എന്ന് പറഞ്ഞാൽ നാം പിന്നെ മാപ്പാക്കി അല്ലെങ്കിൽ ഒഴിവാക്കി ആ അർത്ഥത്തിലാണ്. വദഅല ഇറക്കി വെച്ചു, വദഅൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയത്തിൽ വ്യത്യാസമുണ്ട്. മാപ്പാക്കി ഒഴിവാക്കി ആ അർത്ഥത്തിലൊക്കെയാണ് ഇത് പ്രയോഗിക്കുക. അപ്പോൾ വദഅന അൻ താങ്കളെ തൊട്ട് നാം പുറത്തു മാപ്പാക്കി. എന്ത്? വിസ്റക് താങ്കളുടെ ഇസ്ം കുറ്റം തെറ്റ്. അപ്പോൾ വദഅന അൻക വിസ്റക് താങ്കളുടെ പാപം കുറ്റം അത് താങ്കളെ തൊട്ട് നാം ഒഴിവാക്കി മാപ്പാക്കി പോക്കി കളഞ്ഞു എന്നർത്ഥത്തിൽ. ചിലരിവിടെ ഇറക്കി വെച്ചു എന്നർത്ഥം പറയും. നിങ്ങളുടെ ഭാരം നിങ്ങളെ തൊട്ട് ഇറക്കി വെച്ചു. ഭാരം ഇറക്കിയ എന്നർത്ഥത്തിന് വദഅ അല എന്നായിരിക്കും പ്രയോഗം, വദഅ അൻ എന്ന് പ്രയോഗിക്കൂല. വദഅന അൻ താങ്കളെ തൊട്ട് നാം മാപ്പാക്കി പോക്കി വിസ്റക് താങ്കളുടെ പാപം 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 ഭാരമാണ്. പാപം ഭാരമാണ്, മനസ്സിലായി? പാപം ആരും നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. ഒരു ഭാരം ചുമന്നവൻ ഏതൊരവസ്ഥയിലാണ് അതേപോലെ ആയിരിക്കണം പാപം ചെയ്തവൻ തൻ്റെ പാപത്തെ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ വിസിർ എന്ന് പറഞ്ഞാൽ ഭാരം എന്നുള്ളതിനും പറയും. അപ്പോൾ ആ ഒരു പ്രയോഗം പാപത്തിന് ഖുർആനിൽ പ്രയോഗിച്ചത്. അപ്പോൾ വദഅന അൻക വിസ്റക്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപത്തെ ഒഴിവാക്കി. വിസിർ ഭാരം ഉണ്ടല്ലോ, പാപഭാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി ഒഴിവാക്കി. വിസ്റക് താങ്കളുടെ പാപം എന്ന് പറഞ്ഞാൽ അല്ലദി അൻഖദ ബഹ്റക്. അൻഖദ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അസ്ഖല എന്നാണ്. അസ്ഖല എന്ന് പറഞ്ഞാൽ ഇതാണ്. അൻഖദ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അസ്ഖല, ഭാരമുണ്ടാക്കി. ബഹ്റക് ബഹ്ർ എന്ന് പറഞ്ഞാൽ മുതുക്. ബഹ്റക് താങ്കളുടെ മുതുകിന്. അപ്പോൾ താങ്കളുടെ മുതുകിന് ഭാരമുണ്ടാക്കിയതായ അല്ലത് എന്ന് പറഞ്ഞാൽ മോശമില്ല യാതൊന്ന്. അപ്പോൾ താങ്കളുടെ മുതുകിന് ഭാരമുണ്ടാക്കിയതായ താങ്കളുടെ വിസിർ പാപം വദഅന അൻക താങ്കളെ തൊട്ട് നാം പോക്കി. ആ പാപത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായിച്ചു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപത്തെ ഒഴിവാക്കി. വറഫഅന ഇവിടെ വാ എന്ന് പറഞ്ഞാൽ വാവാത്തിൻ്റെ ഏട്ടാ എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ് അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ബന്ധം. അലം നശ്റഹ് ലക സദ്റക് വദഅന അൻക വിസ്റക് താങ്കളുടെ വിസിറിനെ താങ്കളെ തൊട്ട് നാം പോക്കുകയും മാപ്പാക്കുകയും ചെയ്തില്ലേ എന്നാണ്, ചെയ്തിട്ടുണ്ട് എന്നർത്ഥത്തിൽ. അതേപോലെ തന്നെ വറഫഅന ലക ദിക്റക്. റഫഅന എന്ന് പറഞ്ഞാൽ ഉയർത്തി ലക താങ്കൾക്ക് നാം ഉയർത്തി. ദിക്റക് ദിക്ർ എന്ന് പറഞ്ഞാൽ യശസ്, പേര്, യശസ്, താങ്കളുടെ യശസ്. ദിക്റക് താങ്കളുടെ സ്മരണ, യശസ്, അത് താങ്കൾക്ക് നാം ഉയർത്തുകയും ചെയ്തില്ലേ? വറഫഅന നാം ഉയർത്തുകയും ചെയ്തു. റഫഅന നാം ഉയർത്തിയില്ലക്ക താങ്കൾക്ക്. ദിക്റക് താങ്കളുടെ പേര്, യശസ്. ഈ വചനങ്ങളുണ്ടല്ലോ, അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് അല്ലദി അൻഖദ ബഹ്റക് വറഫഅന ലക ദിക്റക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് ഷറഹു സദ്റാണ്. ഷറഹു സദ്ർ എന്ന് പറഞ്ഞത് മാറിടം വിശാലമാക്കുക, നെഞ്ച് വിശാലമാക്കുക, നെഞ്ചകം വിശാലമാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ സൂറയിൽ 3 അനുഗ്രഹമാണ് പറയുന്നത്. ഒന്ന് ഷറഹു സദ്ർ, മാറിടം വിശാലമാക്കുക. 2 വദഉൽ വിസ്ർ. എന്താ വദഉൽ വിസ്ർ? പാപം പോക്കുക, പാപം മായിക്കുക. മൂന്നാമത്തേത് റഫഉൽ ദിക്ർ. എന്താ റഫഉൽ ദിക്ർ?
യശസ് ഉയർത്തുക, യശസ് ഉയർത്തുക, പേരുയർത്തുക. 3 അനുഗ്രഹമാണ് പറഞ്ഞത് അല്ലേ? 1 മാറിടം വിശാലമാക്കുക, 2 പാപം ഒഴിവാക്കുക, 3 യശസ് ഉയർത്തുക, പേരുയർത്തുക. ആദ്യം പറഞ്ഞത് ഏതാ? ആദ്യം പറഞ്ഞത് ഷറഹു സദറാണ്. ഷറഹു സദർ എന്ന് പറഞ്ഞാൽ അതാണ് സൂറത്തിൻ്റെ പേര് തന്നെ, അഷറഹ്, വിശാലമാക്കുക എന്നുള്ളതാണ്. വിശാലത ആയിരിക്കാം അള്ളാഹു കൊടുത്തത്? ബോഡിക്കാ, മസിലിനാ? അല്ല, പിന്നെ നെഞ്ചിനാണ്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്, അനുഗ്രഹം. നെഞ്ചകം വിശാലമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നെഞ്ചകം വിശാലമല്ല എങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിധി 2 ഉണ്ട്. ഒന്ന് ശർഈയായ വിധി, മതപരമായ വിധി. അള്ളാഹിൻ്റെ മതപരമായ വിധികളുണ്ട്, മനസ്സിലല്ലേ? അതേപോലെ അള്ളാഹിൻ്റെ ഖദരിയായ കൗനിയായ വിധികളുണ്ട്, പ്രാപഞ്ചികമായ വിധികളുമുണ്ട്. പ്രാപഞ്ചികമായ വിധികളുണ്ട്. മതപരമായ വിധികൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദാഹരണം? മതപരമായ അള്ളാഹുവിൻ്റെ വിധികൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് അല്ലേ? അതിൽ അമ്രുണ്ട് അല്ലേ? കൽപ്പനകളുണ്ട്. അതിലെന്തുണ്ട്? വിരോധങ്ങളുമുണ്ട് അല്ലേ? കൽപ്പനകളുണ്ട്, വിരോധങ്ങൾ. അപ്പോൾ വിധി വിലക്കുകളാണ് മതപരമായ വിധികൾ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത് അല്ലേ? ഇതാർക്കാ ചെയ്യാൻ പറ്റിയ? ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിന് വിശാലത വേണം, നെഞ്ചിന് വിശാല വേണം, മനസ്സ് വിശാലമാണോ എല്ലാം എളുപ്പമായിരിക്കും. മനസ്സ് ഇടുങ്ങിയോ എല്ലാം ഇടുസായിരിക്കും, പ്രയാസമായിരിക്കും. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ദഅവത്ത് നടത്തണം, നന്മ കൽപ്പിക്കണം, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് ശറഹ് സദർ വേണം. അതേപോലെ അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടേൽക്കാനോ? അള്ളാഹു വിരോധിച്ചെന്ന് വിട്ടേൽക്കാനും എന്ത് വേണം? ശറഹ് സദർ വേണം. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, മാതാപിതാക്കളെ ദ്രോഹിക്കരുത്, അങ്ങനെ തുടങ്ങി വിലക്കുകൾ ധാരാളമാണ്. നിഷിദ്ധങ്ങളെ സമീപിക്കരുത്. ഇതൊരാൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ശറഹ് സദർ വേണം. മനസ്സിലായില്ലേ? പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ പിന്നെ അസീസിൻ്റെ ഭാര്യയെ വിളിക്കുകയാണ്. ആ പെണ്ണും യൂസുഫും തനിച്ച് കൊട്ടാരത്തിൽ, മനസ്സിലെ? മാത്രമല്ല പെണ്ണെല്ലാം വേലയും ഒപ്പിച്ച്, എന്താ ഒപ്പിച്ച്? കഥ കടച്ച്, വിരികൾ താഴ്ത്തി, വകല്ലത്ത് കത്തിൽ അബു അവൽ സാഹചര്യമൊക്കെ ഒരുക്കിയിട്ട് അവൾ പറയണ ഹൈ തലക്ക് വരുമെന്ന്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? മഅദല്ലാ ഇന്നഹു റബ്ബി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ അഭയം തേടിയിട്ടിൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, അക്രമ മസ്വ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് തിരിയാണ്. ആ സന്ദർഭത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ എന്താ കാരണം? വിലക്കുകളുടെ വിഷയത്തിലുള്ളതായ ശറഹ് സദറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ, വിലക്കുകൾ ഒഴിവാക്കാൻ, അള്ളാഹുവിൻ്റെ മതപരമായ വിധികൾ അത് യഥാവിധം പാലിക്കാൻ ശറഹ് സദർ വേണം. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വിധികൾ, ഖദരിയായ വിധികൾ. പ്രാപഞ്ചികമായ വിധികൾ യഷ്മാനാത്തു, എന്താ അതിൻ്റെ ഉദ്ദേശം? എന്താ പ്രാപഞ്ചികമായ വിധികൾ? അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് ശർഈയായ വിധിയും ഖദരിയായ വിധിയും തമ്മിൽ വ്യത്യാസമല്ലേ? എന്താ? അപകടങ്ങൾ, രോഗങ്ങൾ അല്ലേ? പരീക്ഷണങ്ങൾ, മരണങ്ങൾ, കാലക്കെടുതികൾ, ഇതൊക്കെ എന്താണ്? പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മതപരമായ വിധികളെ പോലെയല്ല ഈ വിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്, ഇതെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഇതിനു മുമ്പിൽ അല്ലേ? ഒരു മനുഷ്യൻ വിധികളുടെയും വിലക്കിൻ്റെയും നടുക്ക നിൽക്കുകയാണ്. ഇതെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ഇതെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായി? അതാണ് എന്ത്? മതപരമായ വിധികൾ. എന്നാൽ ഇതിനു മുമ്പിൽ ചോയ്സ് ഇല്ല. മനസ്സിലായില്ലേ? ചോയ്സ് ഇല്ല. ഇതിനു മുമ്പിൽ ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും നേരെ ഇഷ്ടപ്പെടുക, ചുളീനെ ഇഷ്ടപ്പെടുക, ടിപ്പ് ടോപ്പിലേക്ക് അറിയാത്ത സമയം. കാരണം എന്താ? പക്ഷേ ഇതിൽ നമുക്ക് എന്തില്ല? ചോയ്സ് ഇല്ല. ഇത് ഖദരിയായ വിധികളാണ്, പ്രാപഞ്ചികമായ വിധികളാണ്. രോഗങ്ങൾ, അതേപോലെ തന്നെ കാലക്കെടുതികൾ, മരണങ്ങൾ വരുന്നതൊക്കെ ഇതിൽ നമുക്ക് ചോയ്സ് ഇല്ല. ഇത് താങ്ങാനും എന്ത് വേണം? ശറഹ് സദർ വേണം. ശറഹ് സദർ വേണം, നെഞ്ച് വിശാലാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും താങ്ങാൻ നെഞ്ചിന് എന്ത് ചെയ്ത്? വിശാലത നൽകി. നെഞ്ചിന് വിശാലത നൽകി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് താങ്ങാൻ കഴിഞ്ഞത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, മക്ക കാലഘട്ടത്തിലെ ആ സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യതീമായി വളർന്നു. ആ യതീമായി വളർന്ന മരുപ്പറമ്പിൻ്റെ സാഹചര്യത്തിൽ പാഠശാലയിൽ പോയിട്ടില്ല, ഒരു ഗുരുമുഖത്ത് ഇരുന്നിട്ടില്ല. ഗ്രാമീണതയുടെ വളർച്ചയാണ്. ആടുകളെ മേച്ച് നടന്നു ശൈശവത്തിൽ. ബാല്യം പിന്നിട്ടപ്പോൾ കച്ചവട ചരക്കിനേറ്റ് നടന്നു. മരുപ്പറമ്പിനെ താണ്ടി മുറിച്ചുള്ളതായ യാത്രകളുടെ ജീവിതമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ഏൽപ്പിക്കപ്പെടുന്നത്. അതുവരെ ആ നാട്ടിൽ ഏറ്റവും സ്വീകാര്യൻ, എല്ലാവർക്കും സുസമ്മതൻ. ആ 40 വയസ്സിന് ശേഷം ഈ ഒരു വ്യക്തിത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെന്താണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ അക്രമിയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വ്യാജവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമാധാനമില്ല, ആളുകൾക്കിടയിൽ നാട്ടിലിറങ്ങാൻ സമാധാനമില്ല. എല്ലാവരും സർവ്വ സ്വതന്ത്രരായിട്ട് നടക്കുന്ന ഒരു നാട്, എല്ലാവർക്കും നിർഭയത്വത്തിൻ്റെ നാട് മക്ക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം നിർഭയത്തല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവിടെയുള്ള ഒന്നും ആക്രമിക്കപ്പെടില്ല, ജന്തുജാലങ്ങൾ വരെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കപ്പെടും. മനസ്സിലായില്ലേ? ഇതെങ്ങനെ താങ്ങിയത്? ഇതെങ്ങനെ താങ്ങി? താങ്ങിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നെഞ്ചിനെ പ്രത്യേകം അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത് ഹൃദയത്തിന് വിശാലതയും നെഞ്ചിന് വിശാലതയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് മാത്രമാണ്. അത് വളരെ മുഖ്യമാണ്. അതുകൊണ്ടാണ് ഇതേ സാഹചര്യത്തിൽ വളർന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ഈജിപ്തിൽ ജനിച്ചത്, ഈജിപ്തിൽ വളർന്നത്? മനസ്സിലല്ലേ? ജനിച്ച നാൾ മുതൽ കഷ്ടതയുടെ അവസ്ഥയാണ് ഈജിപ്തിൽ. മനസ്സിലായി? ആൺകുട്ടികളെ മുഴുവൻ കൊല്ലണ ഒരു ഭരണാധികാരി. മനസ്സിലായി? ആ കൊലയുടെ നാളുകളിലാണ് ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിനുണ്ടായ ജീവിതാനുഭവങ്ങൾ ഈജിപ്തിൻ്റെ ആ സാഹചര്യത്തിൽ, അദ്ദേഹം ഖിബ്തിയല്ല, നബത്തിയാണ്, കനാൻ ദേശത്തുകാരനായ ഇസ്രായേലിയനാണ്. മനസ്സിലായില്ലേ? ഈജിപ്തിൽ വളർന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തിന് സിറിയയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. സിറിയയിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. മനസ്സിലായില്ലേ? കാരണം എന്താ? ഒരാൾ വന്നിട്ട് പറയാണ്, ഫിർഔനും അവൻ്റെ ആളുകളും നിന്നെ കൊല്ലാൻ പരിപാടി ഇട്ടിട്ടുണ്ട് മൂസ, അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, തടി സലാമത്തായിക്കോ. അപ്പോൾ ആ തടി സലാമത്താക്കിയിട്ടുള്ള പാച്ചിലാണ്. ആ പാച്ചിൽ ചെന്ന് നിൽക്കുന്നത് ഒരു അന്യനാട്ടിലാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ, ആരോരും താങ്ങാനില്ലാത്ത അവസ്ഥ. ഈജിപ്തിൽ അവിടെ സിറിയയിൽ പോയിട്ട് മെദിയനിൽ നിന്നപ്പോൾ പകലിലൊക്കെ ആളുകളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇടയന്മാരൊക്കെ വന്ന് വെള്ളം കൊടുത്ത് അവരുടെ ആടുകളെയും മറ്റുമൊക്കെ ആയിട്ട് അവർ പോയി. അതേപോലെ ആ 2 പെൺകുട്ടികൾ വന്ന് മൂസ അലൈഹി സ്വലാത്തു സഹായിച്ച് അവരും പോയി. പിന്നെ ശൂന്യതയാണ്. ഇനി ആരി എന്നൊരു ചോദ്യചിഹ്നമായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ അന്യനാട്ടിൽ നിൽക്കുകയാണ്. റബ്ബി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ, പഠിച്ചവനെ നീ എന്തൊരു അനുഗ്രഹമാണ് ഇവിടെ ചൊരിയുന്നത്, ഞാൻ അതിന് ആവശ്യക്കാരനാണെന്ന് അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി. പിന്നെ 2 പെൺകുട്ടികളുടെ പിതാവ് വൃദ്ധൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു. പിന്നെ അവിടെ കുറച്ച് മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് ജീവിതം അങ്ങനെ. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അവിടുന്ന് പലായനം ചെയ്യണം. ഇവിടേക്ക് പഠിച്ചവൻ്റെ വിധിയാണ്. മെദിയനിൽ നിന്ന് വീണ്ടും പലായനം ചെയ്യണം ഇവിടേക്ക്, ഈജിപ്തിക്ക് തന്നെ. ഈജിപ്തിക്ക് പലായനം ചെയ്യുമ്പോഴാണ് ജബൽ തൂറിൻ്റെ പരിസരത്ത് വെച്ചിട്ട് നുബുവത്ത് കൈമാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകനായിട്ട് വാഴ്ത്തുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഇത് ഹബീല ഫിർഔന ഇന്നഹു തഗ, ഫിർഔൻ്റെ അടുക്ക് ചെല്ലാനാണ് പറയുന്നത്. അവിടുന്നാണ് ഓടിയത്. എന്നാൽ ഫിറോൻ കൊല്ലുമെന്ന് വിചാരിച്ചത്. ആ ഫിറോൻ്റെ അടുക്കൊക്കെ അഞ്ഞ് ചെല്ലാൻ പറയുന്നത്. മനസ്സിലായി? വഅനഖ്തർതുക ലിമാ യൂഹ ഫസ്തമിഉ ലിമാ യൂഹ. മൂസ, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നബിയായിട്ട്, ഇനി ഞാൻ ബോധനം നൽകണത് കേട്ടോളി എന്ന് പറയാണ്. എന്നിട്ട് ബോധനം നൽകി ഫിറൗൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. അന്ന് ആലോചിക്കുക, അന്ന് ഫിറൗൻ്റെ അഹങ്കാരം എത്രയാണ്? എങ്ങനെയാണ് ഇസ്രായേലിയർ ഈജിപ്തിൽ കഴിയണത്? ആ ഫിർഔൻ്റെ അടുക്കലേക്കാണ് ഇസ്രായേലിയൻ നബിയായിട്ട് ഇനി പോയിട്ട് എന്ത് ചെയ്യേണ്ടത്? ദഅവത്ത് നടത്തേണ്ടത്. ഇസ്രായേലിയരെ മോചിപ്പിക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അവിടെ പറയുകയും ചെയ്യേണ്ടത്. അപ്പോൾ എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പിന്നെന്താ പറഞ്ഞത്? വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. ആദ്യമായിട്ട് ചോദിച്ചത് ഷറഹു സദറാണ്. മനസ്സ് വിശാലമാക്കിക്കൊണ്ടാന്ന് പറഞ്ഞത്. മനസ്സ് വിശാലമായിട്ടില്ല എങ്കിൽ ഒരു കാര്യവും, അത് ഭൗതികപരമായ കാര്യമാകട്ടെ മതപരമായ കാര്യമാകട്ടെ,
ഒന്നും നേടിയെടുക്കാനും അഭ്യസിക്കാനും ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഷറഹു സദർ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായിട്ട് അവിടെ പോയി എത്തിക്കാനും അത് വേണ്ട വിധം എത്തിക്കാനും ഹൃദയത്തിന് വിശാലത ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എണ്ണിയപ്പോൾ ആദ്യം എണ്ണിയത് അലം നശ്റഹ് ലക സദ്റക്. രണ്ടാമത്തേത് വവദഅന അൻക വിസ്റക്. വിസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? വിസ്ർ എന്ന് പറഞ്ഞാൽ ഭാരമാണ്. ഇവിടെ ഉദ്ദേശം പാപം എന്നാണ്. തെറ്റ്, പാപങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം റസൂലുള്ളാഹിയെ തൊട്ട് റസൂലുള്ളാഹിൻ്റെ വിസ്റിനെ ഒഴിവാക്കി എന്നുള്ളതാണ്, മാപ്പാക്കി. അല്ലതി എങ്ങനെയുള്ള വിസർ അൻഖദ ബഹ്റക്, താങ്കളുടെ മുതുകിനെ ഭാരിച്ചതാക്കിയ. ചില തഫ്സീറുകൾ ഞെരുക്കി കളഞ്ഞാന്നറിയും. ഞെരുക്കി കളയലെപ്പോഴാണ്? ഭാരം ഊക്ക് കൂടുമ്പോഴാണ്. അൻഖദ എന്ന് പറഞ്ഞാൽ അസ്കല എന്നർത്ഥം. തങ്ങളുടെ മുതുകിന് ഭാരം ഉണ്ടാക്കിയ താങ്കളുടെ വിസറിനെ താങ്കളെ തൊട്ട് പോക്കിയതാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു വിഷയം എന്താണ് റസൂലുള്ളാഹിൻ്റെ വിസർ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് വിസർന്ന്. റസൂലുള്ളാഹിൻ്റെ വിസർ, റസൂലുള്ളാഹിൻ്റെ മുതുകിന് ഭാരമുണ്ടാക്കിയ വല്ല വിസറും റസൂലിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ? പിന്നെന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അൻഖദ ബഹ്റക്. വവദഅന അൻക വിസ്റക് അല്ലദി അൻഖദ ബഹ്റക്, താങ്കളുടെ മുതുകിന് ഭാരമുണ്ടാക്കിയ താങ്കളുടെ വിസറിനെ, പാപത്തെ, കുറ്റത്തെ അള്ളാഹു താങ്കളെ തൊട്ട് ഒഴിവാക്കി, മാപ്പാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത ഈ ഒരു വിസർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിന് ഭാരം തീർത്തതായി ഈ വിസർ അതെന്താണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിസർ അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നുബുവത്തിന് ശേഷവും റസൂലുള്ളാഹിയിൽ നിന്നൊരു വൻപാപം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒരു വൻപാപം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? ഉദ്ധരിക്കപ്പെട്ടില്ല. ചെറുപാപം അത് നുബുവത്തിന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ചെറുപാപങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായേ? പല പണ്ഡിതന്മാരും തീർത്ത് മുറിച്ച് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന് അപ്പുറവും ഇപ്പുറവും ഒരു തെറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിനെ ഭാരമാക്കിയ കുറ്റം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തെറ്റി എന്ന് പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണദോഷിച്ച ചില വിഷയങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണദോഷിച്ച ചില വിഷയങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ചതാണെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. എങ്ങനെ റസൂലുള്ളാഹിനെ ഗുണദോഷിച്ച വിഷയം? അബസവത്ത വല്ലായത്തിറങ്ങിയ സാഹചര്യം, പിന്നെ തഹ്രീമിൽ യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക എന്ന് പറഞ്ഞ സംഭവം, പിന്നെ മുനാഫിക്കിൻ്റെ വിഷയത്തിൽ ഉണ്ടായ സംഭവം, പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങൾ അല്ലേ, ഉദാഹരണങ്ങൾ. അതാണ് അവിടെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിന് ഭാരമാക്കിയതായ വിസർ, അത് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ തേൻ കുടിച്ച സംഭവം. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ സൈനബിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല ഭാര്യമാരായിരുന്നല്ലോ. അപ്പോൾ സൈനബിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കും. ഈ ഭാര്യമാർ കുറേ ഉണ്ടാകുമെന്നുണ്ടാവും, സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുള്ളതായ ചില വീഴ്ചകൾ ഉണ്ടാവും. അത് പ്രവാചക പത്നിമാരെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരാണ്. അപ്പോൾ പിന്നെ സൈനബിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുന്ന ആ വിഷയം അത്ര തന്നെ ആയിഷക്കും ഹഫ്സക്കും ഒന്നും രചിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്തൊരു തിരുപ്പുണ്ടാക്കാൻ ഉദ്ദേശിച്ച്. എന്താ ഉദ്ദേശം? തങ്ങൾ എന്തോ ദുർഗന്ധം മണക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം, മഹാഫീർ മണക്കുന്നുണ്ട് എന്ന് പറയാം. അതൊരു തരം പിന്നെ ഒരു അരോചകമായ ഒരു മണാണ്, ഒരു കറ, അതിന് ഉള്ള ഒരു അരോചകമായ മണം. അത് റസൂലുള്ളാഹി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാമെന്നാണ് അവർ ഇത്തിഫാക്കായത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ അടുക്കൽ ചെന്നു, സൈനബിൻ്റെ അടുക്കൽ പോയിട്ട് തേൻ ഉപയോഗിച്ചതിന് ശേഷം ഒരു ഭാര്യൻ്റെ അടുത്തേക്ക് ചെന്നു. പറഞ്ഞു, റസൂൽ നിങ്ങൾ മഹാഫീർ ഉപയോഗിച്ചിട്ടുണ്ടോ, ഒരു വല്ലാത്ത മണം. പറഞ്ഞില്ല, അല്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല.
ഞാൻ സൈനബിൻ്റെ അടുത്ത് തേൻ കുടിച്ച വിഷയമാണ്. അവിടെ കഴിഞ്ഞ് റസൂള്ള അടുത്ത ഭാര്യൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവരും പറഞ്ഞു, റസൂൽ എന്താ നിങ്ങൾ മഹാഫീർ ഉപയോഗിച്ചിട്ടുണ്ടോ, വല്ലാത്തൊരു മണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനില്ല, സൈനബിൻ്റെ അടുത്ത് നിന്ന് ഞാൻ തേൻ കുടിച്ചതാണ്, നിങ്ങൾക്ക് അരോചകം ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു മണം ഇനിയുണ്ടെങ്കിൽ നന്ദി ഞാനത് കുടിക്കൂല എന്ന് പറഞ്ഞു. ഇനി ഞാനത് കഴിക്കൂല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉപയോഗിച്ചൊരു ഹലാലായ ഭക്ഷണം, അത് മറ്റുള്ളവർക്ക് അരോചകമായ ഒരു മണം അതിനുണ്ട് എന്നാണ് ഇപ്പോൾ റസൂൽ എന്ത് ചെയ്തത്, വേണ്ടെന്ന് വെച്ച്. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും പരിപൂർണതയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില നിലപാടുകൾ അത് ശരിയാണെങ്കിലും കൂടുതൽ ശരിയായില്ല എന്ന നിലക്ക് അള്ളാഹു തിരുത്തിയിട്ടുണ്ട്. ചിലത് റസൂലുള്ളാഹിന്റെ നിലപാട് എന്തായിരിക്കും, ശരിയായിരിക്കും, പക്ഷേ നുബുവത്തിൻ്റെ മഖാമിനോട് കൂടുതൽ ചേർന്നതായില്ല എന്ന നിലക്ക് എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തും. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, റസൂലെ നിങ്ങൾ എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചത്? അതാണ് ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർദാത അസ്വാജിക്. അപ്പോൾ അവിടെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചത് നിങ്ങൾ എന്തിന് നിങ്ങൾക്ക് ഹറാമാക്കണം എന്നല്ല, പിന്നെ വേണ്ടെന്ന് വെച്ചത് നിങ്ങൾക്ക് തടഞ്ഞത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ റസൂലുള്ളാഹിനെ ഗുണദോഷിച്ചു. ഇവിടെ അള്ളാഹു ഒരു ഗുണദോഷിക്കലാണ് അല്ലേ, ഒരു തിരുത്തലാണ്. റസൂലുള്ളാഹിന്റെ നിലപാട് ശരിയായിട്ടും ആണെങ്കിലും കൂടുതൽ യോജിച്ചത് റസൂലിൽ എടുക്കണം എന്നുള്ള ആൾക്ക് ഗുണദോഷിക്കലാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ എന്ത് വിസ്റക്ക്. ശരി, അതാണ് ഇപ്പോൾ കപട വിശ്വാസികളുടെ വിഷയം പറഞ്ഞത്. കപട വിശ്വാസികളുടെ കാപ്പട്ടി എവിടെയാണ്? മനസ്സിലാണ് അല്ലേ? ഒരാൾക്കും ഒരു കപടനെ കണ്ടിട്ടുണ്ടെങ്കിൽ മിയ ഫിൽമിയ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മൂപ്പര് വളരെ ടിപ് ടോപ്പായിരിക്കും. ഇസ്ലാമിൻ്റെ താടി, ഇസ്ലാമിൻ്റെ തൊപ്പി, ഇസ്ലാമിൻ്റെ തലപ്പ് ഒക്കെ ഉഷാറായിരിക്കും. കപടൻ എന്ന് പറയാൻ പറ്റില്ല. അയാൾ വന്നിട്ടൊരു മൊഴി തരികയാണെങ്കിൽ ആ മൊഴി നമ്മൾ സ്വീകരിക്കും. കാരണം എന്താ? പ്രത്യേകിച്ച് കപട വിശ്വാസികൾ 100 വല്ലാഹി പറയും, വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി ഇങ്ങനെ പറയും. അപ്പോൾ ആ വാക്ക് പ്രയോഗത്തിലും വാക്ക് ചാതിരിയിലും പെട്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കിയിട്ട് പോവുകയാണ്. വളരെ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആ തബൂക്കിലേക്കുള്ള യുദ്ധസൈന്യത്തെ ഒരുക്കുന്നത്. മനസ്സിലായില്ലേ? ആ സൈന്യത്തെ ഒരുക്കിയിട്ട് പോകുമ്പോൾ കപടന്മാരിൽ വന്നിട്ട് ചിലർ റസൂലുള്ളാഹിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് പുറപ്പെടാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞ്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവർ വന്ന് ക്ഷമാപണം നടത്തി, ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ചിലർ പറഞ്ഞ് തബൂക്ക് അവിടെയുള്ള എവിടെ തബൂക്ക് അന്ന് ആരുടെ പിടുത്തത്തിലാണ്? മദീനയുടെ വടക്ക് മദീനയിൽ നിന്ന് പിന്നെ 100 കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് വടക്ക് പടിഞ്ഞാറാണ്. ഏതിനോടടുത്താ തബൂക്ക്? ഏത് നാടിനോടടുത്താ തബൂക്ക്? സിറിയയോട് ജോർഡാനോടൊക്കെ അടുത്താണ് അല്ലേ? പൗരസ്ത്യ റോമാ സാമ്രാജ്യമാണ് അന്ന് അവിടെ. പൗരസ്ത്യ റോമാ സാമ്രാജ്യം, വൈസാൻഡിയ എന്ന് പറയും. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ പിന്നെ കീഴിലാണ് അവിടേക്ക്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ചില കപട വിശ്വാസികൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, റസൂലെ ഞങ്ങൾ റോമയിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളങ്ങോട്ട് വശീകൃതരായാലോ, അങ്ങനെ പറഞ്ഞവർ വരെ ഉണ്ട് കപടന്മാരിൽ. മനസ്സിലായി? ഏതായാലും കപടന്മാർ ചില വാക്ക് പ്രയോഗങ്ങൾ നടത്തി, അതവർ അള്ളാഹുവിൽ ആണയിട്ട് വല്ലാഹിയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, മനസ്സിലുള്ളത് റസൂലുള്ളാഹിക്ക് വായിക്കാൻ അറിയില്ല. റസൂലുള്ള അവർ ഞങ്ങൾക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള അവർക്ക് എന്ത് ചെയ്ത് ഇളവ് കൊടുത്ത് വരണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? പക്ഷെ ഇവർ കപടന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറഞ്ഞത് അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും, അഫല്ലാഹു അൻക, താങ്കളെ തൊട്ട് അല്ലാഹു മാപ്പാക്കട്ടെ, മാപ്പേകിയിരിക്കുന്നു. ലിമ അദിൻത ലഹും, എന്തിനാണ് നിങ്ങൾ അവർക്ക് അനുവാദം നൽകിയത്? എന്തിന്? മദീനയിൽ അവരുടെ വീട്ടിലിരിക്കാൻ നിങ്ങളെ കൂടെ കൂട്ടാതെ എന്തിന് മദീനയിൽ നിങ്ങൾ അവരുടെ വീടുകളിലിരിക്കാൻ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ അവിടെ ഗുണദോഷിച്ചു. റസൂൽ യഥാർത്ഥത്തിൽ സ്വീകരിച്ചത് എന്താ? യുദ്ധത്തിനുള്ള പോക്കാണ്. അവർ വന്നിട്ട് ക്ഷമാപണം നടത്തി മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അനുവാദം കൊടുത്താണ് അല്ലേ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കപടന്മാരാണെന്നുള്ള നിലക്ക് അവരെന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, അനുവാദം കൊടുത്ത് വീട്ടിലിരുത്താൻ പാടില്ലായിരുന്നു, അവരെ കൊണ്ടുപോകേണ്ടിയിരുന്നു എന്നുള്ളിടത്താണ് കൂടുതൽ ശരി അതാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ ഉണർത്തുന്നത്. കൂടുതൽ ശരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. പ്രവാചകൻ്റെ നിലപാട് ശരിയായിട്ട് കൂടി, കൂടുതൽ ശരിയായില്ല, ശരിയായിരുന്നു. അപ്പോൾ ഇത്തരം തിരുത്തലുകൾ, അതാണ് വിസർ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
എന്തുണ്ടാക്കിയത്? ഭാരമാക്കിയത്. റസൂലുള്ളാഹിക്ക് ഭാരമാക്കിയത്. ഇന്ന് വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും ഭാരമാകണില്ല അല്ലേ? വൻപാപം ചെയ്തിട്ട് ഭാരമാകണില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരുന്നു, കൂടുതൽ ശരിയായില്ല, നുബുവത്തിൻ്റെ മക്കാമിനോട് ഏറ്റവും നന്നായി യോജിച്ചതായില്ല എന്നുള്ളതിൽക്കാണ് ചില തിരുത്തലുകൾ വന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം പിന്നെ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം ബ്ലൈൻഡാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തൊരു ആക്ഷനും അദ്ദേഹത്തിൽ സ്വാധീനിക്കൂല. വാക്കാണെങ്കിൽ സ്വാധീനിക്കും, പക്ഷെ എന്ത് ആക്ഷൻ ആയിട്ടുണ്ടെങ്കിലും സ്വാധീനിക്കൂല. കാരണം എന്താ? അദ്ദേഹം ബ്ലൈൻഡാണ്. അബ്ദുല്ലാഹിബ്നു മക്തൂം റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹിനോട് പറയുന്നത് അല്ലിംനി മിമ്മ അല്ലമക്കല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചെന്നാൽ എനിക്കും പഠിപ്പിച്ചു തരും എന്നിട്ടാണ് വരുന്നത്. അബ്ദുല്ലാഹിബ്നു മക്തൂം ആരോട്? റസൂലുള്ളാഹിനോട് പറയണം അല്ലമനി മിമ്മ അല്ലമക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നാൽ എനിക്കും പഠിപ്പിച്ചു തരും എന്നിട്ട് മൂപ്പര് വരികയാണ്. അദ്ദേഹത്തിനും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇവിടെ എന്തെന്ന് അദ്ദേഹം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ബൗദ്ധ വിശ്വാസികളിൽ കുറേ വലിയ ആളുകൾ ഇരിക്കുകയാണ്. ബൗദ്ധ വിശ്വാസികളിൽ അബൂജഹലിനെ പോലത്തെ അങ്ങനത്തെ കുറേ ആളുകൾ ഇരിക്കുകയാണ്, വലിയ ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹി ദഅവത്ത് നടത്തുകയാണ് അവർ. അപ്പോൾ അവർ നന്നാകട്ടെ എന്നുള്ള ഉത്കടമായ ഇച്ഛയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുല്ലാഹിബ്നു മക്തൂം വരുന്നത്. എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുല്ലാഹിബ്നു മക്തൂമിൻ്റെ വരവ് എന്തുണ്ടാക്കി? ഒരു പ്രയാസം ഉണ്ടാക്കി. സ്വാഭാവികമല്ലേ? സ്വാഭാവികം. റസൂൽ എന്തെങ്കിലും തനിക്ക് സ്വാർത്ഥമായ ഒരു കാര്യത്തിൽ തിരക്കിട്ട് വരുമ്പോൾ അബ്ദുല്ലാഹിബ്നു മക്തൂം പഠിപ്പിച്ചു തരുമെന്ന് അറിയുമ്പോൾ അപ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അതന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ പറയില്ല. പക്ഷെ എന്നാലും അതിനൊരു വജഹുണ്ട്. പക്ഷേ ഇത് റസൂലുള്ള ദഅവത്തിൽ ഇവർക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുക, സജീവമായിരിക്കുക അബ്ദുല്ലാഹിബ്നു മക്തൂം എന്നപ്പോൾ റസൂലുള്ളാഹിക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കി മനസ്സിൽ. അദ്ദേഹത്തോട് പെട്ടെന്ന് പ്രതികരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചില്ല. ഇവരുടെ ദഅവത്ത് കഴിയട്ടെ എന്നിട്ട് അതാകാം, കാരണം അതിവിടെ റെഡിയാണ്. അബ്ദുല്ലാഹിബ്നു മക്തൂമിനെ സംബന്ധിച്ചിടത്തോളം റെഡിയാണ്. തയ്യിബ്. അള്ളാഹു പറഞ്ഞ എന്താണ്? അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ എന്നാണ്. അബസ എന്നാണ് എന്താ? നെറ്റി ചുളിച്ചു. വതവല്ല മുഖം തിരിച്ചു. എപ്പോൾ? അൻ ജാഅഹുൽ അഅമ, അന്ധൻ താങ്കൾ വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് നെറ്റി ചുളിച്ചു എന്നാണ്, മുഖം തിരിച്ചു എന്നാണ്. രണ്ടും അബ്ദുല്ലാഹിബ്നു മക്തൂമിനെ സ്വാധീനിക്കൂല. കാരണം അദ്ദേഹത്തിന് എന്താണ്? അത് കാണാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ ദഅവത്ത് നടത്തി എന്നുള്ളത് ആ റസൂലുള്ളാഹിൻ്റെ ആ താല്പര്യം കാരണത്താലാണ്. മനസ്സിലായി? പക്ഷേ ഈ കൗമ് അവർ നന്നാവില്ല. അവർ കാരണം എന്താണ്? അഹങ്കാരികളാണ്. വന്നിരിക്കണതിന് വെറുതെ കുടം കൗത്തി വെള്ളം പാരിയറില്ലേ, ആ ഏർപ്പാട് അവരുടെ അവരുടെ ആ അവസ്ഥ എത്ര പറഞ്ഞാലും ഒരു നന്നാവില്ല. ഇത് അള്ളാഹ്ക്കറിയാം, അള്ളാഹുവിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അന്ധന് വന്ന് പറഞ്ഞപ്പോൾ ഇവരെ വിഗണിച്ചിട്ട് ആ അന്ധനെയായിരുന്നു മുഖവിലക്ക് എടുക്കേണ്ടത്. അതാണ് കൂടുതൽ ഉചിതം ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പോൾ റസൂലുള്ളാഹി എടുത്ത നിലപാട് ഉചിതമാണ്, ശരിയാണ്. പക്ഷേ കൂടുതൽ ഉചിതമായില്ല, കൂടുതൽ ശരിയായില്ല എന്നുള്ളതിൽക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണദോഷിച്ചത്, തിരുത്തിയത്. അബസ വതവല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് റസൂലുള്ളാഹിക്ക് എന്തായത്? ഭാരം തീർത്തതായ വിസറുകൾ, തെറ്റുകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വവദഅന അൻക വിസ്റകല്ലദി അൻഖദ ബഹ്റക്, താങ്കളുടെ മുതുകിനെ ഞെരുക്കി കളഞ്ഞ അല്ലെങ്കിൽ ഭാരം തീർത്തതായ വിസറിനെ താങ്കൾക്ക് അള്ളാഹു മാപ്പാക്കിയിരിക്കുന്നു, പുറത്തിരിക്കുന്നു. അത് ഇപ്പോൾ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നതും വന്നു പോയതൊക്കെ അതിൽ ഉദ്ദേശമാണ്. ഫ്യൂച്ചറിൽ വരാനുള്ളതും വന്നത് ഇപ്പോൾ ഈ കപടവിശ്വാസികൾക്ക് റസൂലുള്ള മാപ്പ് വീട്ടിലിരിക്കാൻ പറഞ്ഞു എന്നുള്ള സംഭവം മദീനത്ത് പിന്നീട് നടന്നതാണ്. മനസ്സിലായി? എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസർ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? അത് റസൂലുള്ളാഹിക്ക് വദഅ ചെയ്തു, മാപ്പാക്കി പുറത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. വറഫഅന ലക ദിക്റക്, റഫഅന നാം ഉയർത്തി, ലക താങ്കൾക്ക്, ദിക്റക് താങ്കളുടെ യശസ് പേര് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. എന്താ അവിടെ ഉദ്ദേശം? എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദിക്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയത്? എങ്ങനെ ഉയർത്തിയത്? നബിയാക്കി, റസൂലുള്ളാഹിക്ക് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയാക്കി, റസൂലാക്കി
അവതരിപ്പിച്ചു അല്ലേ? ഏറ്റവും വിശിഷ്ടമായ അവസാനത്തെ വേദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുഴുവൻ ജനതകളിലേക്കും റസൂലുള്ളാഹിയെ നബിയായിട്ട് നിയോഗിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പേരിനോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സാക്ഷ്യവചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ പേര് കൊണ്ടുവന്നു. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കാത്ത നിസ്കാരമല്ല അല്ലേ? ബാങ്ക്, ഇഖാമത്ത്, അതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കും വിധമാണ് ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്, നിയമമാക്കിയത്. ഒരു ഇബാദത്തും ഒരാൾക്ക് ചെയ്യാൻ കഴിയൂല റസൂലുള്ളാഹിനെ അനുസ്മരിക്കാതെ. എങ്ങനെ? ഒരു ഇബാദത്തും ഒരാൾക്കും ചെയ്യാൻ പറ്റൂല റസൂലുള്ളാഹിനെ അനുസ്മരിക്കാതെ. എങ്ങനെ? ഇത്തിബാ. റസൂൽ ഇബാദത്ത് ശരിയാണെങ്കിൽ ഇഖ്ലാസും വേണം, ഇത്തിബാവും വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹ്ക്ക് ചെയ്യണം, ഇത്തിബാ എന്ന് പറഞ്ഞാൽ റസൂലുള്ള ചെയ്തതുപോലെ ചെയ്യണം. അപ്പോൾ നോക്കി നിങ്ങൾ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സൽകീർത്തിയാണത്. അങ്ങനെ ഒരു പ്രവാചകനുമില്ല, ഒരു മഖ്ലൂക്കിനുമില്ല. അങ്ങനെ ഒരു സ്ഥാനം ഒരു പ്രവാചകനുമില്ല, ഒരു മഖ്ലൂക്കിനുമില്ല. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്മരിക്കപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല. റസൂലുള്ള സ്മരിക്കപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല. ഇവിടെ പിന്നെ അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക വറഫഅന ലക ദിക്റക. റസൂലുള്ളാഹിക്ക് നെഞ്ച് വിശാലമാക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ ഈ പാപം ഒഴിവാക്കിയതിനെ പറയുമ്പോൾ ഇവിടെ ഒരു ഇതുള്ളത് എങ്ങനെ ഈ നെഞ്ചകം വിശാലമാക്കി എന്നുള്ളത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിശാലത നൽകിയത് അത് കാൽപ്പനികമാണോ അതല്ല അതിനൊരു ഭൗതിക സംവിധാനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയായിരിക്കെ റസൂലുള്ളാഹിനെ നെഞ്ച് പുലർത്തിയ സംഭവം, മനസ്സിലായി? ഷഖ്ഖുസ്സദർ നെഞ്ച് പുലർത്തിയ സംഭവം. ആ നെഞ്ച് പുലർത്തൽ ഷഖ്ഖുസ്സദർ ഷറഫുസ്സദറിന് വേണ്ടിയായിരുന്നു. നെഞ്ച് പുലർത്തി അതിൽ നിന്ന് പൈശാചികതയുടെ അംശം കളഞ്ഞു, അതേപോലെ തന്നെ നെഞ്ചകം കഴുകി. അത് ഷഖ്ഖുസ്സദറാണ്, ഷറഫുസ്സദറല്ല. ഈ ആയത്തിൽ പറയുന്ന വിഷയം അത് നേരിട്ടല്ല, പക്ഷേ ഇതിന് വേണ്ടിയായിരുന്നു അത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായി? അത് ഒന്നിലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഖ്ഖുസ്സദർ നെഞ്ച് പുലർന്നിട്ടുള്ളതായ ഈ കഴുകൽ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഹൃദയം വിശാലമാകുന്നതിന് വേണ്ടിയായിരുന്നു പിന്നെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വദഉൽ വിസ്ർ ഉണ്ടല്ലോ, അത് പോക്കുക, ഒഴിവാക്കുക, അതിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹിൻ്റെ കൂടെയുള്ള ഒരു തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പൈശാചികത, ജിന്ന്. എല്ലാവരുടെയും കൂടെ നിന്നുണ്ട് ഒരു കരീനുണ്ട്. ആ കരീന് മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കും, പ്രലോഭിപ്പിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദുനിയാവിൽ ജീവിക്കേണ്ടത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിന്മക്ക് പ്രേരിപ്പിക്കുന്നതായ ആ കരീനിനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഹിദായത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കരീൻ റസൂലുള്ളാഹിയെ തിന്മയിലേക്ക് വിളിക്കുന്ന ഒരവസ്ഥ അല്ല, മനസ്സിലായോ? അപ്പോൾ അതും ഇതിൻ്റെ ആണ് വവദഅന അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക എന്നതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ വറഫഅന ലക ദിക്റക, അത് ഇഹത്തിലും പരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തി മഹനീയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്. അള്ളാഹു ഹമീദാണെന്നാണ് എന്താ? അള്ളാഹു മഹ്മൂദ്, പ്രശംസിക്കപ്പെടുന്നവനും വാഴ്ത്തപ്പെടുന്നവനാണ്, മനസ്സിലല്ലേ? ആ മഹ്മൂദായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹമീദ് എന്നുള്ളത് അള്ളാഹിൻ്റെ പേരാണ്. ആ പേരിൽ നിന്നാണ് റസൂലുള്ളാഹിക്കുള്ള പേര് വരെ എടുത്തത്, മനസ്സിലായി? മുഹമ്മദ് എന്ന പേര്. ഏതായാലും വറഫഅന ലക ദിക്റക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എന്താ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ? ഉസ്ർ എന്ന് പറഞ്ഞാൽ ഞെരുക്കം, പ്രയാസം. യുസ്ർ എന്ന് പറഞ്ഞാൽ ആശ്വാസം, എളുപ്പം. ഫഇന്ന മഅൽ ഉസ്രി, തീർച്ചയായും പ്രയാസത്തോടൊപ്പം, ഞെരുക്കത്തോടൊപ്പമാണ് എന്ത്? ഞെരുക്കത്തോടൊപ്പം ഉണ്ട് യുസ്ർ, എന്തുണ്ട്? എളുപ്പമുണ്ട്.
ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഇതിൻ്റെ അതേ ആശയം അതിനെ ബലപ്പെടുത്താനാണ് ഇത് പറഞ്ഞത്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. തീർച്ചയായും ഉസ്റിനോടൊപ്പം യുസ്ർ ഉണ്ട്, എളുപ്പമുണ്ട്. ഇവിടെ ഈ രണ്ടായത്തും കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്താന്ന് പറഞ്ഞാണ് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. രണ്ടും എന്താ പറയുന്നത്? പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു പ്രയാസം ഉണ്ടായാൽ അതിനെ കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? എളുപ്പം ഉണ്ടാവും എന്നാണ്. എളുപ്പം ഉണ്ടാവും. പ്രയാസത്തിന് ഒരു മുഖമാണ് എങ്കിൽ എളുപ്പത്തിനും ആശ്വാസത്തിനും ബഹുമുഖങ്ങളാണ് എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. ഇതൊക്കെ ഉസ്ർ എങ്ങനെ പ്രയോഗിച്ചത്? അൽ ഉസ്ർ എന്നാ പ്രയോഗിച്ചത് രണ്ടിടത്തും അല്ലേ? അൽ ഉസ്ർ എന്നാ പ്രയോഗിച്ചത്. യുസ്റോ? യുസ്ർ നെക്കിറയാണ്, അലിഫ്ലാമില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഈ അൽ ഉസ്ർ എന്ന് പറഞ്ഞിടത്ത് രണ്ടും ഉസ്ർ ഒന്നാണ്. പക്ഷേ യുസ്റൻ എന്ന് പറഞ്ഞിടത്ത് ഒരു യുസ്റല്ല, പിന്നെ യുസ്ർ പലതാണ്. അപ്പോൾ പ്രയാസം ഒന്നാണ് എങ്കിൽ ആശ്വാസം പലതാണ്. പ്രയാസം ഒന്നാണ് എങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ആശ്വാസം പലതാണ്. അതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. അറബിയിൽ പറയും ഇഷ്തറൈത്തു ഫറസൻ വബിയത്തു ഫറസൻ. എന്താ? ഇഷ്തറൈത്തു ഫറസൻ, ഞാനൊരു കുതിരനെ വാങ്ങി. വബിയത്തു ഫറസൻ, ഒരു കുതിരനെ ഞാൻ വിറ്റു. ഇതല്ലേ? അവിടെ ഒരു കുതിരനെ ഞാൻ വാങ്ങി, വേറൊരു കുതിരനെ വിറ്റു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയും. ഇഷ്തറൈത്തു അസദൻ ഇഷ്തറൈത്തു ഫറസൻ വബിയത്തു ഫറസൻ. പക്ഷെ ഇങ്ങനെ പ്രയോഗിക്കും ഇഷ്തറൈത്തുൽ ഫറസ വബിയത്തുൽ ഫറസ. മനം എന്താ? ഞാൻ കുതിരനെ വാങ്ങിയിട്ട് ആ കുതിരനെ ഞാൻ വിറ്റു. അവിടെ അലിഫ്ലാം വന്നപ്പോൾ അതേ കുതിരയാണ് ഈ കുതിര എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പോൾ അതാണ് ഈ അലിഫ്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രയോഗങ്ങളിൽ ഇത് രണ്ടും ഒരേ ഞെരുക്കാണ്. പക്ഷേ ഇവിടെ ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നല്ല, അത് പല രീതിയിൽ. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഞെരുക്കം ഒന്നാണ് എങ്കിൽ അതിനെ തുടർന്ന് വരുന്നതായ ആശ്വാസം അത് പലതായിരിക്കും, പല നിലക്കുള്ള ആശ്വാസമായിരിക്കും. ഇതെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്? ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. എന്തിനാ ഇവിടെ ഇവിടെ ഈ ഒരു ആമുഖത്തെ തുടർന്ന് ഇത് പറഞ്ഞത്? എന്തിനാ? ഫാവുൽ ഫസീഹാണ്. മനസ്സിലല്ലേ? ഇങ്ങനത്തെ ഒരു അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറഞ്ഞ അല്ലാഹു? ഇപ്പം റസൂലുള്ള ഇപ്പം ഏതൊരവസ്ഥയിലുള്ളത്? റസൂലുള്ള ഇപ്പം ഏതൊരവസ്ഥയിലുള്ളത്? മക്ക കാലഘട്ടത്തിലെ ആ പ്രബോധനത്തിൻ്റെ കാലഘട്ടം, അതും പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചടുലമായ പരീക്ഷണമാണ്. മനസ്സിലല്ലേ? വളരെ കഷ്ടതയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫ ഇന്ന മഅൽ ഉസ്ർ, ഈ ഒരു ഉസ്ർ ഇവിടെ ഉണ്ട് എങ്കിൽ എന്തുണ്ട്? യുസ്ർ വരാനുണ്ട്. ആ ഉസ്റിനെ പോലെ ഒന്നല്ല, പിന്നെയോ അതിന് പല മുഖങ്ങളും പല വശങ്ങളുമായിരിക്കുമെന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുന്നതായ സുവിശേഷം, സന്തോഷ വാർത്ത. ഇതിൽ നിന്നാണ് ഫുഖഹാക്കൾ കർമ്മശാസ്ത്രത്തിൽ ചില തത്വങ്ങൾ ഫൈന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര, അത് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഖായിദ പറയും. അൽ മശഖ്ഖത്തു തജ്ലിബു തൈസീർ, അൽ മശഖ്ഖ തജ്ലിബു തൈസീർ. ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും, പ്രയാസം എളുപ്പത്തെ കൊണ്ടുവരും എന്നുള്ളതാണ്. അത് ശർഈയായ വിധികളിലും അങ്ങനെയാണ്. ശർഈയായ വിധികളിലും അങ്ങനെ നമ്മൾ പറഞ്ഞ് അള്ളാഹിൻ്റെ വിധി രണ്ട് നിലക്കുണ്ട്, ശർഈയും ഖദരിയും. മനസ്സിലായി? ഒരു കുന്നിനൊരു കുഴി, ഇതാണ് അള്ളാഹിൻ്റെ സുന്നത്ത്. ഏതിൻ്റെ വിഷയത്തിൽ? ഖദറിൻ്റെ വിഷയത്തിൽ അല്ലേ? ഖദരിയായ അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ പറഞ്ഞ രോഗങ്ങൾ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ, കാര്യങ്ങളൊക്കെ, ഇതാണ് ഖദരിയായ വിധി. അത് ഒരു കുന്നാണെങ്കിൽ അതിനൊരു കുഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരിക്കലും രണ്ട് എളുപ്പത്തെ ഒരു ഞെരുക്കം മറികടക്കില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഞെരുക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സുഖം നൽകിയിട്ട് തന്നെ അള്ളാഹിൻ്റെ സുന്നത്ത് അങ്ങനെയാണ്. ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി. അതേപോലെ തന്നെയാണ് ശർഈയായ അള്ളാഹിൻ്റെ വിധികളും. ശർഈയായ അള്ളാഹിൻ്റെ വിധി മനസ്സിലായില്ലേ? നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ആ പ്രയാസം എളുപ്പത്തെ കൊണ്ടുവരും. എങ്ങനെ നിസ്കരിക്കാം? ഇരുന്ന് നിസ്കരിക്കാം. അൽ മശഖ്ഖ പ്രയാസം, യജ്ലിബു തൈസീർ എളുപ്പത്തെ കൊണ്ടുവരും. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ, അത് പ്രയാസമാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? കിടന്ന് നിസ്കരിക്കാം. മനസ്സിലല്ലേ? തദ്ദേശവാസി നോമ്പെടുക്കണം. യാത്രക്കാരനാണെങ്കിലും, യാത്ര ക്ലേശകരാണെങ്കിൽ അയാൾക്ക് നോമ്പില്ല. മനസ്സിലായി? മുലയൂട്ടുന്ന ഒരു ഉമ്മ നോമ്പെടുക്കുന്ന പ്രയാസമാണെങ്കിൽ അവർക്ക് എന്തില്ല? നോമ്പില്ല. ഗർഭിണി അവർക്ക് നോമ്പെടുക്കുന്നത് പ്രയാസമാണ്, അവർക്ക് നോമ്പില്ല, ഇളവുണ്ട്.
ഉണ്ടോ? മശക്ക തജ്ലിബു തൈസീർ. ഹജ്ജ്, ആർക്കാ ഹജ്ജ് പറഞ്ഞത്? ഒരാൾക്ക് സാമ്പത്തിക ശേഷിയില്ല, ഹജ്ജ് ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ശാരീരിക ശേഷിയില്ല, ഹജ്ജ് ഉണ്ടോ? ഇല്ല. ഒരാൾക്ക് മക്കയിൽ എത്തിപ്പെടാൻ വഴി തരപ്പെട്ടില്ല, ഹജ്ജ് ഉണ്ടോ? ഇല്ല. ശരഈ ആയിട്ടുള്ള അള്ളാഹിൻ്റെ വിധികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ഇങ്ങനെയാണ്. ഉസ്റുണ്ടോ? അതിനപ്പുറം യുസ്റുണ്ട്, എളുപ്പമുണ്ട്. അൽ മശക്ക തജ്ലിബു തൈസീർ, പ്രയാസം എളുപ്പത്തെ കൊണ്ടുവരും. ഫൈദ ഫറഗ്ത ഫൻസബ് വ ഇലാ റബ്ബിക ഫർഗബ്. എന്താ ഫൈദ ഫറഗ്ത? ഇദാ ഫറഗ്ത ഫ ആതിഫത്ത്, ഇദാ ഫറഗ്ത. എന്താ ഫറഗ്ത? ഫറഗ തന്നെ വിരമിച്ചു. ഫറഗ്ത താങ്കൾ വിരമിച്ചു. ഇദാ ഫറഗ്ത താങ്കൾ വിരമിച്ചാൽ, വിരമിച്ചാൽ ഫൻസബ്. എന്താ ഫൻസബ്? നസബ എന്നാണ് ക്രിയ. മനസ്സിലല്ലേ? നസബ എന്നാണ് എന്താ? അധ്വാനിച്ച് ക്ഷീണിക്കുക എന്നർത്ഥം. അധ്വാനിച്ച് ക്ഷീണിക്കുക, നസബ. നസബക്ക് നസബുൻ എന്ന് മസ്ദറുണ്ട്, ക്രിയാധാതു. നസ്ബുൻ, ഞാൻ പിന്നെ വ്യാകരണം പഠിപ്പിക്കല്ല, എനിക്കറിയാം എല്ലാവരും അല്ലാതെ തന്നെ അത്യാവശ്യം ഉറക്കത്തിൻ്റെ മൂഡിലാണുള്ളത് എന്നുള്ളത്. 1 മണിക്കൂറാകാനേ നമ്മളെ ക്ലാസ്സിൻ്റെ ടൈം. നസ്ബ്, നസ്ബ് എന്ന് മസ്ദറുണ്ട്. നസ്ബത്ത് എന്ന് മസ്ദറുണ്ട് കേട്ടോ. ഉറക്കം പോകാനാണ് ഇത് എഴുതേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാൻ എഴുതൂല. നസബക്ക് ചിലർ ക്ലാസ്സിൽ ഇരുന്നിട്ട് പിന്നെ 2 കണ്ണും അടിക്കാറുണ്ടല്ലേ നമ്മൾ സ്വിപ്പ. പിന്നെ നസബ എന്നുള്ളതിന് നസബുൻ എന്ന് മസ്ദറുണ്ട്, അതാണ് ക്ഷീണം അല്ലേ. പിന്നെ റസൂൽ ഹദീസിൽ പറഞ്ഞില്ലേ, മാ യുസൈബുൽ എന്താണ് നഷാദ് തങ്ങൾ പഠിപ്പിച്ച കുട്ടികളെ, പിന്നെ മാ യുസൈബുൽ മുസ്ലിമ മിൻ 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 നസബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഗമ്മിൻ വല ഹസനിൻ എന്നൊക്കെ പറയല്ലേ. മുസ്ലിമിനെ ഏൽക്കുന്ന ഒരു നസബുമില്ല എന്നാണ്. നസബ് എന്ന് പറഞ്ഞാൽ എന്താ? അധ്വാനിച്ചുണ്ടാകുന്ന ക്ഷീണം. അതിനൊക്കെ മുസ്ലിമിന് കൂലി കിട്ടും എന്നുള്ളതാണ് അവിടെ ഹദീസിലുള്ളത്. അപ്പോൾ അവിടെ നസബ് പറഞ്ഞു, ഇവിടെ ഉദ്ദേശം അതാണ്, അധ്വാനിച്ചിട്ടുണ്ടാകുന്ന ക്ഷീണം. ആ അർത്ഥത്തിൽ നസബാണ്. നസ്ബുൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ പിന്നെ ഇപ്പോൾ ആളുകൾ ഇവിടെ അറബികൾക്ക് ജോലി ചെയ്യുമ്പോഴുണ്ടല്ലോ നസാബ് നസാബ് എന്നറിയാം. ആരെക്കുറിച്ചാണ് നസാബ് അറിയാം? കളനെ കുറിച്ച്. അത് നസ്ബാണ്. മോഷണം, കളവ്, കെദിബ്, ഓനൊരു നസാബാണ് അറിയും. നസ്ബ എന്ന് പറയും. നസ്ബ എന്ന് പറഞ്ഞാൽ അങ്ങനെ ടിപ്പ് ടോപ്പിൽ ഒരാളിങ്ങനെ ഈ മിനി ടെക്സ്റ്റൈൽസ് പോലെ ഡ്രസ്സ് ധരിച്ച് നടക്കണം, ഈ നസ്ബ അറിയും. ശരി, ഇവിടെ ഉദ്ദേശം നസബാണ്. ഫഇദ ഫറഗ്ത താങ്കൾ വിരമിച്ചാൽ ഫൻസബ് താങ്കൾ എന്ത് ചെയ്യുക? പിന്നെ മറ്റൊരു കർമ്മം അതിൽ പിന്നെ അതിൽ വ്യാപൃതനായിട്ട് എന്ത് ചെയ്യുക? ക്ഷീണിക്കുക എന്നുള്ളതാണ്. അതിൽ വ്യാപൃതനാകുക എന്നുള്ള അർത്ഥം. വ്യാപൃതനായ സ്വാഭാവികൻ്റെ ഫലം എന്താണ്? ക്ഷീണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധ്വാനിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഫൈദ ഫറഗ്ത ഫൻസബ്. അതിൻ്റെ ഉദ്ദേശം നമ്മൾ പറയാം. ഒരു കള്ളനുണ്ടായിനി, കള്ളനില്ലേനി. അപ്പം മൂപ്പർക്ക് എപ്പോഴാണ് കാശ് കഴിയണത് അപ്പോൾ മൂപ്പര് മോഷ്ടിക്കും. അപ്പം മൂപ്പരെ പിടിച്ച് പറഞ്ഞ ഫൈദ ഫറഗ്ത ഫൻസബ്, എപ്പോഴാണ് പോക്കറ്റ് കാലിയാണത് അപ്പോൾ ഫൻസബ് എന്നാണ് പറഞ്ഞത്. മൂപ്പര് നസ്ബാണ് ഇവിടെ അതിൻ്റെ മസ്തർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഹറാമി ആയിക്കോന്നാണ്. പക്ഷേ അദ്വാഉൽ ബയാനിൽ, ഞാൻ എൻ്റെ വക പറയില്ല, അദ്വാഉൽ ബയാനിൽ അഹ്മദുൽ അമീൻ ഷൻഖീത്തി ഈ ആയത്തുകളെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ഈ കള്ളന്മാരുണ്ടല്ലോ, അങ്ങനത്തെ ചില ഇതുണ്ട്. പിന്നെ അവർ ചില ഏർപ്പാട് ചെയ്യാറുണ്ട്. ഫൈദ ഫറഗ്ത ഫൻസബ് എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ കാലിയായിട്ടുണ്ട് എങ്കിൽ ഹറാമി ആയിക്കോ എന്ന അർത്ഥത്തിൽ അയാൾ ഇതിനെ മനസ്സിലാക്കിയതാണ്. വേറൊരുത്തൻ അങ്ങനല്ല. വേറൊരുത്തൻ ജോലി കഴിഞ്ഞിട്ട് മൂപ്പര് ഭയങ്കര വേഷഭൂഷാദികളിൽ ഇങ്ങനെ ഹാറൂനെ പോലെ നടക്കുകയാണ്. നല്ല ടിപ്പ് ടോപ്പിൽ എല്ലാ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ആളുകൾ ചെങ്ങായി എജെന്താ ഈ അല്പന ഐശ്വര്യം കിട്ടിയ പാതിരാത്രിയും കുട വിടാന്ന് ചെല്ലില്ലേ എന്ന മാതിരി മൂപ്പര് ഭയങ്കര ഇതിൽ ഇറങ്ങി നടക്കണം. അപ്പോൾ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ഗർവ് കാണിച്ചിട്ട് നടക്കുന്നത്, അതും ഈ ഒരു ടിപ്പ് ടോപ്പിൽ? അപ്പോൾ മൂപ്പര് പറയുന്നത് ഫൈദ ഫറഗ്ത ഫൻസബ്, ഞാൻ ഇതുവരെ ജോലി ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൻസബ്. നസ്ബാറിന് എന്താ? നല്ല ഫുൾ ഗെറ്റപ്പിൽ ടിപ്പ് ടോപ്പിൽ നടക്കുക എന്നാണ് മൂപ്പര് അതിന് അർത്ഥം മനസ്സിലാക്കിയത്. കാരണം നസ്ബ, ഈ ക്രിയക്ക് നസ്ബ എന്നും എന്തുണ്ട്? ക്രിയാധാതുണ്ട്. ആയത്തുകളെ ദുരുപയോഗപ്പെടുത്തുന്ന ഇത് വേറെ ചില വിളവന്മാർ അങ്ങനെയല്ല.
ഷിയാക്കൾ അവർ ഇവിടെ നസബ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക എന്നർത്ഥമുണ്ട്, സ്ഥാപിക്കുക. അപ്പോൾ ഫൈദ ഫറഗത്ത, പ്രവാചകരെ നിങ്ങൾ നുബുവത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫൻസബ് അലിയൻ, ആ സ്ഥാനത്ത് ആരെ നിശ്ചയിക്കണം? അലിയെ നിശ്ചയിക്കണം. അപ്പോൾ റസൂലുള്ള പിന്നെ നുബുവത്ത് നിന്ന് വിരമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അലിയാർ എന്ത് ചെയ്യണം? ഖലീഫയാക്കണം എന്നാണ് ആര് പറഞ്ഞത്? ഷിയാക്കൾ പറഞ്ഞത്. ഒക്കെ എന്താണ്? ആയത്തുകളെ സ്ഥാനം തെറ്റിക്കലും ദുരുപയോഗപ്പെടുത്തലാണ്. ചില ആളുകൾ ഒരു ജ്യൂസ് കടൻ്റെ മുന്നിൽ ബോർഡിൽ വസഖാഹും റബ്ബുഹും ഷറാബൻ തഹൂറാണ് അതിൻ്റെ ബോർഡ്, മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഒരു തുന്നൽ കടക്കാരൻ ഫസ്സൽനാഹു തഫ്സീലാന്ന്. എന്താണ് തഫ്സീൽ എന്ന് പറഞ്ഞാൽ? തുന്നണീന്ന് പറയും. ഫസ്സല എന്ന് പറഞ്ഞാൽ തുന്നാണ്. ഫസ്സൽനാഹു തഫ്സീല സൂറത്താണ്, ഒരായത്തിൻ്റെ ഭാഗമാണത്. ഫസ്സൽനാഹു തഫ്സീല. പല ബിരുദന്മാർക്കും പല തയ്യും. ഏതായാലും ഫൈദ ഫറഹ്ത ഫൻസബ്, താങ്കൾ വിരമിച്ചാൽ താങ്കൾ എന്ത് ചെയ്യുക? പിന്നെ അധ്വാനിക്കുക എന്നാണ്. അധ്വാനിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം അധ്വാനിക്കുക എന്നാണ്. പക്ഷേ ഫൻസബ് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചിട്ട് അതിൽ ക്ഷീണിതനാവുക എന്നുള്ള ആ ഒരു ഉദ്ദേശം അർത്ഥമാണ്. ഇവിടെ എന്തിൽ നിന്ന് വിരമിച്ചാൽ? എന്തിൽ അധ്വാനിക്കാൻ? താങ്കൾ വിരമിച്ചാൽ താങ്കൾ അധ്വാനിക്കുക എന്നാണ്. എന്തിൽ നിന്ന് വിരമിച്ചാൽ എന്തിൽ അധ്വാനിക്കുക? അതാണ്. എന്താ ഇപ്പം ഇന്ന് പറയേ? ആ ചിലരങ്ങനെ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈദ ഫറഗ്ത മിനസ്സലാ ഫൻസബ് ഫി ദുആ, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുആ ചെയ്യുക. ചിലർ പറഞ്ഞത് ഫൈദ ഫറഗ്ത മിനൽ ഫറായിദ്, നിർബന്ധ കർമ്മങ്ങൾ നിങ്ങൾ വിരമിച്ചാൽ ഫൻസബ്, എന്താണ്? സുന്നത്തുകൾ നിങ്ങൾ അനുഷ്ഠിക്കുക. ചിലർ പറഞ്ഞ് ഫൈദ ഫറഗ്ത മിൻ അമാലി ദുനിയ, ദുന്യവിയായ കർമ്മങ്ങളിൽ വിരമിച്ചാൽ ഫൻസബില അമാൽ ആഖിറ, എന്താ? പാരത്രിക ലോകത്തിന് വേണ്ട കർമ്മങ്ങളിൽ നിങ്ങൾ നിരതനാകുക, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക. ചിലർ പറഞ്ഞ ഫൈദ ഫറഗ്ത ഫൻസബ്, പിന്നെ ഭൗതിക ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മനസ്സിനെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സ് മുക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. മനസ്സ് മുക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹിനെ കുറിച്ചുള്ളതായ ചിന്തകൾ, ദിക്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിനെ വ്യാപൃതമാക്കുക. അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഏതൊരു സാഹചര്യത്തിലാണ് പറയുന്നത്? മക്ക കാലഘട്ടത്തിൽ നുബുവത്തിൻ്റെ സന്ദർഭങ്ങളിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൽ, ദഅവത്തിൽ നിരതൻ ആകാനാണ്. അപ്പോൾ ദുന്യവി കർമ്മങ്ങളാണെങ്കിലും ഇനി മതപരമായിട്ടുള്ളൊരു കർമ്മമാണെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടതില്ല. എന്ത് ചെയ്യുക? കർമ്മങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ദുന്യവി ജീവിതം അതിനെ പിന്നെ തുടർത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യണം. വഇലാ റബ്ബിക് ഫർഗബ്, എന്താ? വഇലാ റബ്ബിക് ഫർഗബ്, റബ്ബിലേക്ക് മാത്രം ഫർഗബ്, ആഗ്രഹം പ്രകടിപ്പിക്കുക, പ്രതീക്ഷ അർപ്പിക്കുക. റഗിബ എന്ന് പറഞ്ഞതാണ്. റഗിബ യർഗബു, റഗിബ പറഞ്ഞാൽ ആഗ്രഹം ജനിപ്പിക്കുക എന്നർത്ഥം. ആശയ അർപ്പിക്കുക, പ്രതീക്ഷ അർപ്പിക്കുക. ഇർഗബ് ഫർഗബ്, ഇർഗബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ജനിപ്പിക്കുക, പ്രതീക്ഷ അർപ്പിക്കുക. അത് ആരിലേക്ക് മാത്രം? ഇലാ റബ്ബിക്, റബ്ബിലേക്ക് മാത്രം, താങ്കളുടെ റബ്ബിലേക്ക്. അവിടെ വാവാത്തിഫിൻ്റെത് താങ്കളിലെ റബ്ബിലേക്ക് മാത്രം ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യുക. ഫ ഇവിടെയും ഫസിഹത്തിൻ്റെ ഫയാണ്. അതായത് താങ്കൾ വിരമിച്ചാൽ താങ്കൾ അധ്വാനിക്കുക. അങ്ങനെ അധ്വാനിക്കുന്ന ആ സമയത്തും എന്താ വേണ്ടത്? റബ്ബിലേക്ക് മാത്രം പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക, പ്രതീക്ഷ അർപ്പിക്കുക. ഇവിടെ മാത്രം എന്ന് പറയാൻ കാരണം എന്താ? ഫർഗബ് ഇലാ റബ്ബിക്ക് എന്നാണ്. ഫർഗബ്, താങ്കൾ പ്രതീക്ഷ അർപ്പിക്കുക, ആഗ്രഹം വെക്കുക. ആരിലേക്ക്? ഇലാ റബ്ബിക്ക്, താങ്കളുടെ റബ്ബിലേക്ക്. അവിടെ ഇലാ റബ്ബിക്ക് എന്നുള്ളതിനെ മുന്തിപ്പിച്ചു. അപ്പോൾ റബ്ബിലേക്ക് മാത്രം ആഗ്രഹങ്ങളുമായി പ്രതീക്ഷകളുമായി ആരിലേക്ക് മാത്രം മനസ്സ് തുറക്കുക? അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് തുറക്കുക. അതാണ് അവിടെ പറഞ്ഞത്. വൈല റബ്ബിക് ഫർഗബ്, റബ്ബിലേക്ക് മാത്രം ആഗ്രഹം സമർപ്പിക്കുക, പ്രതീക്ഷ റബ്ബിൽ മാത്രം അർപ്പിക്കുക.
അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഈ ആയത്ത് സൂറത്ത് അവസാനിപ്പിക്കുന്ന ഫൈദാ ഫറഗത ഫൻസബ് ഇലാ റബ്ബിക ഫറഗബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ദുനിയാവിയായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്വാനിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ അധ്വാനം ഉപകാരപ്രദമായ നിലക്ക്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ഫറാഗ് മുഅ്മിൻ ഉണ്ടാകരുത് എന്നാണ്. എന്താ ഫറാഗ്? ഒഴിവ് സമയം. മനസ്സിലായില്ലേ? ഫറാഗ് ഉണ്ടാകരുത്. ഒന്നുകിൽ മതപരമായ കർമ്മങ്ങളിൽ ഒരാൾ വ്യാപൃതനാകണം, അല്ലെങ്കിൽ ഭൗതികമായ കർമ്മങ്ങളിൽ ഒരാൾ വ്യാപൃതനാകണം. മനസ്സിലല്ലേ? ഒഴിഞ്ഞിരുന്നാൽ എന്താ ഉണ്ടാകുക? അൽ ഖൽവ തുഅല്ലിമുക തത്രീസ്. ഗ്രാമീണർ പറയും അൽ ഖൽവ തുഅല്ലിമുക തത്രീസ്. ഒഴിവ് സമയം നിനക്ക് തത്രീസ് പഠിപ്പിക്കുന്നതാണ്. തത്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എംബ്രോയിഡറി അല്ലേ? എംബ്രോയിഡറി. അതിന് പല വർണ്ണങ്ങളും പല ഇതും ഉണ്ടാവും അല്ലേ? അതൊരു പ്രയോഗം മാത്രമാണ്. ഒഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പല വേലകളും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയം ഉണ്ടാകാൻ പാടുള്ളതല്ല. ഉമർ റളിയല്ലാഹു തആല പ്രത്യേകിച്ച് പറയാറുണ്ട്, ഒന്നുകിൽ ദീനിയായി അല്ലെങ്കിൽ ഭൗതികമായി ഒരു ഷുഗലിലും അമലിലും ആയിരിക്കണം ആളുകൾ. ഫറാഗ് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഫൈദാ ഫറഗ്ത ഫൻസബ്. ഈ മാനസിക ടെൻഷനുകളും അതേപോലെ തന്നെ ഈ മാനസിക രോഗങ്ങളും പിരിമുറുക്കങ്ങളൊക്കെ ആർക്കാണ് ഉണ്ടാകുക? ഒഴിഞ്ഞിരിക്കണം അല്ലേ? ഒഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ വേറെ പണിയൊന്നുമില്ല. ചൊറിഞ്ഞ് ഇത് ആലോചിക്കുന്നേ പണി. അങ്ങനത്തെ ആളുകളൊന്നും അല്ലേ? അതുകൊണ്ടാണ് എന്നിട്ട് എന്ത് ചെയ്യണത്? മനുഷ്യന്മാർ പല സ്ഖലിതങ്ങളിലേക്കും പല തെറ്റുകളിലേക്കൊക്കെ എന്ത് ചെയ്യണത്? പോകണത്. അതുകൊണ്ട് തന്നെ ഈ മറന്നുപോയി. ഫൈദ ഫറഗ്ത ഫൻസബ്. പിന്നെ വൈലാ റബ്ബിക ഫർഗബ്. നമ്മളുടെ പ്രതീക്ഷകൾ, പ്രത്യാശകൾ, ആഗ്രഹങ്ങൾ, അതുകൊണ്ട് നമ്മൾ ആരിലേക്കാണ് കൽബ് തുറക്കേണ്ടത്? അള്ളാഹുവിലേക്കാണ്. അത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇലാ റബ്ബിക എന്നുള്ളതിനെ എന്ത് ചെയ്തത്? മുന്തിപ്പിച്ചത്. ഇലാ റബ്ബിക എന്നുള്ളതിനെ മുന്തിപ്പിച്ചത്. ഇന്ന് മനുഷ്യർക്ക് പറ്റിയ ദുരന്തം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതീക്ഷകളും പ്രത്യാശകളും ആഗ്രഹങ്ങളുമൊക്കെ ഇത് പ്രകടിപ്പിക്കുവാൻ എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം തുറക്കേണ്ട ഹൃദയങ്ങൾ പടപ്പുകളിലേക്ക് തുറന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പടച്ചോൻ കൈവിടും, പടപ്പുകളോട്ട് തരൂല. പടപ്പുകളതൊട്ട് തരൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യന്മാർ ആഗ്രഹമുള്ളവരായി പ്രതീക്ഷയുള്ളവരായിട്ട് കൽബ് തുറക്കേണ്ടതായ വിഷയങ്ങളിൽ എന്ത് ചെയ്ത് മനുഷ്യന്മാർ പടപ്പുകളിലേക്ക് തിരിഞ്ഞു. പടപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച് മൺമറഞ്ഞവർ. മനസ്സിലായി? എന്തിനാണ് ആളുകൾ മക്കാമുകളിൽ പോണത്? എന്തിനാണ് ആളുകൾ ദർഗകളിൽ പോണത്? എന്തിനാണ് ആളുകൾ ജാറങ്ങളിൽ പോണത്? എന്തിനാണ് പോണത്? എന്തെങ്കിലും ഒരാഗ്രഹം പ്രതീക്ഷിച്ചിട്ടാണ്. ഒരാഗ്രഹത്തിൻ്റെ സാധൂകരണത്തിന്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അത് പുലരാൻ, ഒരു മോഹം അത് സഫലമാകാൻ, ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പോണത്? ഖബറിലേക്ക് പോണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ. എന്നിട്ട് ആ ഖബറാളിയോട് മൺമറഞ്ഞവനോട് എന്ത് ചെയ്യണത്? ഇവർ കൽബ് തുറന്നിട്ട് ചോദിക്കണത്. കൽബ് തുറക്കുക മാത്രമല്ല, കണ്ണ് നിറഞ്ഞിട്ടാണ് ചോദിക്കണത്. കൽബ് തുറന്ന് കണ്ണ് നിറഞ്ഞ് ചോദിക്കണത്. അത് മഹാദുരന്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് വ ഇലാ റബ്ബിക്, നിൻ്റെ റബ്ബിലേക്ക് മാത്രം ഫർഗബ്, നീ ആഗ്രഹം പ്രകടിപ്പിക്ക്, പ്രത്യാശ വെച്ച് പുലർത്ത് എന്നുള്ളതാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരുനബിയുടെ ക്ലേശത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ നാളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർദ്ദേശമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിൽ മനസ്സ് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കാനുണ്ടായത് നമുക്ക് ചരിത്രം ആ വിഷയത്തിൽ അറിയാം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സും ഇതേപോലത്തെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സൂറത്തു ദുഹ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ പറയില്ല. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അഷ്ഹദു അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻഹു വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ വ അന്ന സഅത ഹഖ്ഖുൻ വ അന്നൻ നബിയ ഹഖ്ഖുൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഷഹാദത്ത് അതൊരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്. അവിടെ അള്ളാഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞു. ആ അള്ളാഹുവിനെ ഇലാഹായും ആ റസൂലിനെ റസൂലായും സമ്മതിക്കണം. അങ്ങനെ തന്നെ. എന്തേ? ഇല്ലല്ല, അങ്ങനല്ല. സാക്ഷ്യവചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള. ആ നിലക്കുള്ള സാക്ഷ്യവചനം ആരുടെ ഇതാണ്? റസൂൽ അള്ളാഹുവിനെ ആരാധ്യനായി സാക്ഷ്യം വഹിക്കുക, മുഹമ്മദ് നബിയെ നബിയായിട്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ആ ഒരു ഷഹാദത്തിൻ്റെ രീതി അത് ഇസ്ലാമിലേ ഉള്ളൂ. അത് അറബി ഭാഷയിലാണ്. മറ്റ് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു ഷഹാദത്തല്ല. പക്ഷേ അവിടെ അവർ അള്ളാഹനെ ഇലാഹായിട്ട് അംഗീകരിക്കണം, ഈ പ്രവാചകനെ റസൂലായിട്ട് സമ്മതിക്കും വേണം. മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ പിന്നെ പവൈല ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നില്ലേ വാന റക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് റസൂലാണ് എന്നൊക്കെ പറയണില്ലേ? അത് അദ്ദേഹം റസൂലായി അവർ അംഗീകരിക്കാനാണ്. പക്ഷേ ഈ രീതിയിലുള്ളതായൊരു സാക്ഷ്യം മൂസാ നബിനോട് ചോദിച്ചിട്ടില്ല. മൂസാ നബി ഇങ്ങോട്ട് ചോദിച്ചാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബിനോട് ചോദിച്ചിട്ടില്ല. പിന്നെയോ അങ്ങനത്തെ ആ സംഭവം തന്നെ എന്തല്ല, അത് മരിച്ചവരോട് ചോദിക്കുന്ന ഒരു സംഭവമല്ല. അത് ആത്മീയ ലോകത്ത് നടക്കുന്ന പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മുഅ്ജിസത്തും കാര്യമാണ്. മനസ്സിലായി? അതിൽ തന്നെയും എന്ത് ചെയ്തില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ ഓരോ ആകാശങ്ങളിലും ഓരോ പ്രവാചകന്മാരെ കണ്ടു. മനസ്സിലല്ലേ? അപ്പോൾ ആകാശ കവാടം തുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ പിന്നെ മൻ, അപ്പോൾ ജിബ്രീൽ എന്ന് പറയും. ഒമൻ മാക്, നിൻ്റെ കൂടെ ആര് ചോദിക്കുമ്പോൾ മുഹമ്മദുൻ എന്ന് പറയും. അത് മുഹമ്മദാണ് എന്ന് പറയും. അപ്പോൾ ചോദിക്കും അബുഇസ്, മുഹമ്മദ് നിയോഗിക്കപ്പെട്ടോ ചോദിക്കുമ്പോൾ അതെ. അപ്പോൾ പിന്നെ ആകാശ കവാടം അങ്ങനെ തുറന്ന് പോകുമ്പോൾ അപ്പോൾ ആദമിനെ കാണും. അങ്ങനെ ഓരോ നബിമാരെ കണ്ടിട്ട് പോക്കാണ്. അങ്ങനെ 5ാം ആകാശത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് പോയി. ഫൗഹ ഇലാ അബ്ദിഹി മാ ഔഹ, വഹയൊക്കെ കിട്ടിയതിന് ശേഷം ഇറങ്ങുമ്പോഴാണ് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് എന്താണ് മുഹമ്മദ്, എന്താണ് ഷറാക്കിയതെന്ന് ചോദിക്കുന്നത്, എന്താണ് റബ്ബ് വിധിച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയാണ് 50 സല, 50 നിസ്കാരമാണ് ഷറാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ചിട്ട് പറയാണ് ഉമ്മത്തുക്കലാ തുത്തീഖുദാക്ക്, നിങ്ങളുടെ ഉമ്മത്തിന് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് പറയണം. അതുകൊണ്ട് റബ്ബിനോട് തഖ്ഫീഫ് ചോദിക്കാൻ പറയണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല റസൂൽ വന്നിട്ട് പറയണില്ല, അവിടെ റസൂൽ ചോദിക്കണില്ല, റസൂലിനോട് ചോദിച്ചിട്ട് റസൂലിനോട് പറയുന്ന നിർദ്ദേശമാണ്. ഇനി അതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെയും അതെന്തില്ല, അത് പിന്നെ ആത്മീയ ലോകത്തെ സംബന്ധിച്ച് മനസ്സിലായില്ലേ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല അവിടെ അന്ന് മഹാത്ഭുതങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ ആ രാവിൽ ആ നിശാപ്രയാണത്തിൽ മൂസാ നബി തൻ്റെ ഖബറിൽ നിസ്കരിക്കണേ കണ്ടിട്ടുണ്ട്. ഫലസ്തീനിലേക്കാണ് പോണത്, ആദ്യം അക്സ ജെറുസലേമിലേക്കാണ് പോണത്. അക്സയിൽ പിന്നെ എല്ലാം ഖുദ്സിലാണ് മൂസാ നബിയുടെ ഖബറുള്ളത്. ഖുദ്സിൽ പിന്നെ ഖുസൈബുൽ അഹ്മർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് ഖുദ്സിൽപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് മൂസാ നബിയുടെ ഖബറുള്ളത്. ആ ഖബറിൽ മൂസ നിസ്കരിക്കണത് കണ്ടു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ടുള്ളതായ ചില വിഷയങ്ങളാണ്. മനസ്സിലായി? അവിടെ നടക്കുന്നതായ ചില സംഭവങ്ങളാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മൾ വിശ്വസിക്കല്ലാതെ നമുക്കതിൽ നിന്നൊരു കർമ്മം ചുട്ടപ്പെടുത്താൻ, മനസ്സിലായില്ലേ? ഇപ്പോൾ പലിശ പണക്കാരൻ ബർസഖിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം കാണിക്കുന്നുണ്ട്. പലിശ പണക്കാരൻ, മനസ്സിലായില്ലേ? അത് ഒരാൾ പിന്നെ കല്ലേറ്റ് നിൽക്കുകയാണ്. പലിശ വാങ്ങി കൊടുത്തവനുണ്ടല്ലോ, അയാൾ പിന്നെ ചെലവും ചോരയും നിറഞ്ഞു പോകുന്ന അള്ളാഹു നമ്മളെ കാക്കട്ടെ നഊദുബില്ലാ. ഒരു നദിയിൽ നീന്തി തുടിക്കുകയാണ്, അയാളതിൽ മുങ്ങിത്താഴുകയാണ്. വാ പൊളിച്ചിട്ട് ഇങ്ങനെ കരയിലേക്ക് അടുക്കുമ്പോൾ ഇയാളെ വായിലേക്ക് കല്ലിട്ട് കൊടുക്കുമ്പോൾ അയാൾ വീണ്ടും താണ് പോണതാണ്. പിന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ശിക്ഷ അവിടെ നടക്കുന്നുണ്ട്. അതെവിടെയാണ്? ബർസഖിലാണ്. നമുക്കത് വിചാരിച്ചിട്ട് ഒരു പലിശപ്പണക്കാരനെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് മരം മാടിയിട്ടുണ്ടെങ്കിൽ അവിടെ കവർ മാന്തിയിട്ടിട്ട് ശിക്ഷ അടപ്പിലാക്കാൻ നമുക്ക് പറ്റുമോ? ഇങ്ങനെ കല്ലെറിയാൻ പറ്റുക? അതൊക്കെ ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾക്ക് പ്രത്യേകമായി അതിൻ്റെ പിന്നെ ഇതിൻ്റെ കൈഫിയത്ത് രൂപ രീതിയൊക്കെ എന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മൾ സത്യപ്പെടുത്താനും വിശ്വസിക്കാനുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അവിടെ അന്ത്യനാളിൽ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുക, എങ്ങനെ ഉയർത്തെഴുന്നേൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബിയാണ്. എല്ലാവരും നഗ്നബാധരായി നഗ്നതയെടുത്ത ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒരാൾ പറയാം ഞാൻ തുണിയൊന്നും എടുക്കില്ല, ഞാനിങ്ങനെ ഫ്രഷ് കണ്ടീഷനിൽ നടക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിനാ വെച്ചാൽ അങ്ങനെ നടക്കണേ? അന്ത്യനാൾ വരെ ഉയർത്തെഴുന്നേൽക്കാതെയാണ് അള്ളാഹു എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പോൾ പിന്നെന്താണ് അവറത്തിനൊരിതുള്ളത് പറഞ്ഞിട്ട് ഒരാൾ എടുക്കാതെ നടന്നാൽ? പക്ഷെ അതെന്താണ്? അതൊക്കെ ഈ മറുകണ്ഠം ചാടി ചിന്തിക്കലാണ്. ദീന് വച്ച അതീർ വരമ്പിനപ്പുറം ചിന്തിക്കലാണ്. മനസ്സിലായോ? ഇപ്പോൾ എല്ലാ നബിമാർക്കും ഇമാം എന്നിട്ട് റസൂലുള്ളാഹി നിസ്കരിച്ചു മസ്ജിദുൽ അഖ്സ പള്ളിയിൽ. എല്ലാ നബിമാരും വന്നു, ഉജാ അൻ നബിയൂൻ, എല്ലാ നബിമാരും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കണ്ടത്? റസൂൽ അങ്ങനെ വീട്ടിലിരുന്നോ? എല്ലാ സമയത്തും ഞാനിപ്പോൾ അഖ്സ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിരുന്നു, നബിമാരൊക്കെ ഉണ്ടായി ഇമാമായിട്ട് ഉണ്ടോ? ഇല്ല.
അതിൽ പരിമിതപ്പെട്ട അത് സത്യപ്പെടുത്താനും അത് വിശ്വസിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. ഇനി മാത്രമല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് സംസാരിച്ചു, ഈസാ നബിയെ കണ്ട് സംസാരിച്ചു, യൂസുഫ് നബിയെ കണ്ട് സംസാരിച്ചു, ആദം നബിയെ കണ്ട് സംസാരിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് സംസാരിച്ചു, ഒക്കെ ശരിയാണ്, സ്ഥിരപ്പെട്ടതാണ്. അതിൽ അവരെ വിളിച്ച് ദുആ ഇറക്കാനും അവരോട് വല്ലതും ചോദിക്കാനും ന്യായമുണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആരാ മാതൃകയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് റസൂൽ ഒരു മൂസാ നബിനെയും വിളിച്ചിട്ടില്ല, ഒരു ഇബ്രാഹിം നബിനെയും വിളിച്ചിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഇനിയിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനായ നബിയാണ്ട് പിന്നെ സഹാബത്ത് അങ്ങനെ ചെയ്യണ്ടേ? അതുണ്ടായിട്ടില്ല. പിന്നെ പൂർവികരിൽ നിന്നൊരു മാതൃക അല്ലാത്തൊരു വിഷയമാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൊക്കെ ഗവേഷണം നടത്തിയിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.